സുവിശേഷം 17 അതിൻ്റെ 19 വാക്യം ഒരാൾ വായിക്കാവുന്നതാണ്. വാക്യം. പിന്നെ ശിഷ്യന്മാർ സ്വകാര്യമായി യേശുവിന്റെ അടുക്കൽ വന്ന് ഞങ്ങൾക്കതിനെ പുറത്താക്കി കൂടാഞ്ഞത് എന്ത് എന്ന് ചോദിച്ചു. ഒരു നിമിഷം കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. നിത്യനും പരിശുദ്ധനായ സ്വർഗ്ഗ നല്ല പിതാവേ, നല്ല കൃപയ്ക്കായി സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്ന കർത്താവേ, 3-ാം ദിവസമായി ഉപവാസ പ്രാർത്ഥനയുടെ പ്രഭാതത്തിലേക്ക് ദൈവം നിർത്തിയിരിക്കുമ്പോൾ ദൈവമേ അവിടുത്തെ കൃപകൾ കൊണ്ടാണ് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ വചനം ദൈവശക്തമായി ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനത്തിൻ്റെ മർമ്മങ്ങൾ ആഴങ്ങൾ വെളിപ്പെടുവാനും ഏതാത്മാവിലാണ് എഴുതപ്പെട്ട അതേ ആത്മാവിൽ ശുശ്രൂഷിക്കാൻ ദൈവം കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനം സംസാരിക്കുള്ള ജ്ഞാന പരിജ്ഞാനത്തിനായി സ്തോത്രം. അവിടുത്തെ രക്തത്താൽ അടിനെ കഴി ശുദ്ധീകരിച്ച് കൃപയിൽ നിറയ്ക്കണം. വചനത്തിന് വിരോധമായി, കേൾവിക്ക് വിരോധമായി വ്യാപരിക്കുന്ന സകല തടസ്സത്തെ ഞാൻ ശാസിച്ച് ഭർസിച്ച് മാറ്റുന്നു. പിതാവേ, അവിടുന്ന് മനസ്സലിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജനത്തോട് പുരുഷാരത്തോട് മനസ്സലിഞ്ഞ ദൈവം മനസ്സലിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നിവിടെ മാത്രമല്ല, ലോകമെമ്പാട്ട് ഒരു വിടുതലിടണം. ചാനലിലൂടെയും മീഡിയയിലൂടെയും മന്ന ടി വിയിലൂടെയും യൂട്യൂബ് ചാനലിലൂടെയും കേൾക്കുന്ന സകലവർക്കും വലിയ വിടുതലായി തീരുവാൻ, ഇതുവരെ നടക്കാത്ത വിടുതലുകൾ ദൈവമേ നടക്കത്തക്കവണ്ണം അത്ഭുതം ചെയ്യുവാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവേ, അവിടുന്ന് മനസ്സരിയണമേ. അതിനെ താഴ്ത്തുന്ന അധ്യക്ഷനായിരിക്കണം. ശബ്ദം വിളിച്ചെല്ലാം അങ്ങ് നിയന്ത്രിക്കണം. അവിടെ തൃക്കരങ്ങളെ താഴ്ത്തുമ്പോൾ ഈ ശുശ്രൂഷ അങ്ങ് ചെയ്തെടുക്കണം. അപ്പൻ്റെ കൃപയാൽ നിറയ്ക്കണം. യേശുവിൻ്റെ നാമത്തന്നെ ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ഇവിടെ വായിച്ചത് മത്തായി സുവിശേഷം 17-ാമത്തെ വാക്യമാണ്. പിന്നെ ശിഷ്യന്മാർ സ്വകാര്യമായി യേശുവിൻ്റെ അടുത്ത് വന്നു ഞങ്ങൾക്ക് അതിനെ പുറത്താക്കി കൂടാച്ചത് എന്തെന്ന് ചോദിച്ചു. ആമേ. അപ്പോൾ നിങ്ങൾക്ക് എന്താ മനസ്സിലായി? ഒന്നും മനസ്സിലായില്ല. ഹല്ലേലൂയ. അത് വായിക്കണമെങ്കിൽ അതിൻ്റെ 14 വായിക്കണം. 14 വായിക്കണം. അവർ പുരുഷാരത്തിന്റെ അടുക്കൽ വന്നാറേ ഒരു മനുഷ്യൻ വന്ന് അവന്റെ മുമ്പാകെ മുട്ടുകുത്തി, കർത്താവേ, എന്റെ മകനോട് കരുണയുണ്ടാകണമേ. അവൻ ചന്ദ്രരോഗം പിടിച്ച് പലപ്പോഴും തീയിലും പലപ്പോഴും വെള്ളത്തിലും വീണ് വല്ലാതെ കഷ്ടത്തിലായി പോകുന്നു. മതി. എന്നാൽ യേശു ഇവിടെ താഴെയാക്കിയിട്ട് പത്രോസ്, യാക്കോബ്, യോഹന്നാനായിട്ട് ഉയർന്ന മലയിലേക്ക് പ്രാർത്ഥിക്കാൻ പോയി. ആ സമയത്ത് ശിഷ്യന്മാരുടെ താഴെ ഒരു ശുശ്രൂഷ നടക്കുകയായിരുന്നു. മലയുടെ അടിവാരത്തിൽ ഒരു വലിയൊരു ശുശ്രൂഷ നടക്കുകയായിരുന്നു. കർത്താവ് ഉയര ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് മലവാരത്തിൻ്റെ പർവ്വതത്തിൻ്റെ താഴ്വാരത്ത് ഒരു ശുശ്രൂഷ നടക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ ഒരു ശുശ്രൂഷ കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ശിഷ്യന്മാരും ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ വലിയൊരു പുരുഷാരം വന്നു. പലരും സൗഖ്യമാകുന്നുണ്ട്. എന്നാൽ അവിടെ അടുക്കൽ വന്നപ്പോൾ അതിൽ നിന്നും ഒരു മനുഷ്യൻ വന്ന് തൻ്റെ മകൻ ദൈവത്തിന് മുമ്പാകെ മുട്ടുകുത്തി. യേശു വന്ന സമയത്ത് എന്നുവെച്ചാൽ പുരുഷൻ കഴിഞ്ഞപ്പോൾ കർത്താവ് ശുശ്രൂഷ കഴിഞ്ഞ് താഴേക്ക് വന്ന സമയത്ത് യേശുവിൻ്റെ മുമ്പാകെ മുട്ടുകുത്തി, കർത്താവേ, എൻ്റെ മകനോട് കരുണയുണ്ടാകണമേ. ഇന്ന് പകൽക്കാലം വിളിച്ചു പറയുന്നു, നീ യേശുവിൻ്റെ മുമ്പിലാണ് മുട്ടുകുത്തേണ്ടത്, വേറെ ഒരിടത്തുമല്ല മുട്ടുകുത്തേണ്ടത്. ആമേ, യേശുവിൻ്റെ അടുക്കലേക്കാണ് മുട്ടുകുത്തിയത്. ഹല്ലേലൂയ. മറ്റൊരു സ്ഥലത്തേക്ക് മുട്ടുകുത്തുവാൻ ആമേ പോയില്ല. യേശു വരുന്നു. യേശു നിന്റെ അടുക്കലേക്ക് വന്നു കഴിഞ്ഞാൽ നീ മുട്ടുകുത്തുവാൻ തയ്യാറായിക്കോ. നിന്റെ വിഷയത്തിൻ്റെ മേലൊരു മറുപടി വരാൻ പോകുകയാണ്. ഇവിടെ പറഞ്ഞത് മുട്ടുകുത്തിയിട്ട് പറഞ്ഞു, കർത്താവേ, എൻ്റെ മകനോട് കരുണയുണ്ടാകണമേ. ആദ്യം പറഞ്ഞു, എൻ്റെ മകനോട് കരുണയുണ്ടാകണമേ എന്ന് പറയുമ്പോൾ ഇന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം, ഇന്ന് എന്നോട് കരുണയുണ്ടാകണമേ, എൻ്റെ കുടുംബത്തോട് കരുണയുണ്ടാകണമേ, എൻ്റെ തലമുറയോട് കരുണയുണ്ടാകണമേ. ഇന്ന് ആരൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്? ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് എന്നോട് മനസ്സലിയണം. ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ദൈവമാണ് ഒരു അത്ഭുതം ചെയ്യുന്നത്. ആമേൻ, ഹല്ലേലൂയ. ഇത് ദൈവം നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ദൈവസന്നിധിയിലാണ് വന്നിരിക്കുന്നത്. എവിടെയാണ് വന്നിരിക്കുന്നത്? ദൈവസന്നിധിയിലാണ്. നിങ്ങൾ ദൈവസന്നിധിയിലാണ് മുട്ടുകുത്തുന്നത്. അപ്പോൾ എവിടെ നിന്നാണ് വിടുതലെടുക്കുന്നത്?
ദൈവസന്നിധിയിലാണ്. ആ കർത്താവിനകത്ത് വന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുവാൻ, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുവാൻ ഇന്ന് മറ്റാർക്ക് ചെയ്യാൻ പറ്റാത്തത് യേശുവിന് ചെയ്യാൻ പറ്റും. ഇന്ന് മറ്റാർക്ക് ചെയ്യാൻ പറ്റാത്തൊരു വിടുതല് നിനക്ക് യേശു തരുവാൻ പറ്റും. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ എന്നിട്ട് പറയും, എൻ്റെ മകനോട് കരുണയുണ്ടാകണമേ. അവൻ ചന്ദ്രരോഗത്താൽ പിടിച്ചു, പലപ്പോഴും തീയിലും പലപ്പോഴും വെള്ളത്തിലും വീണു, വല്ലാതെ കഷ്ടത്തിലായി പോകുന്നു. ചന്ദ്രരോഗം എന്ന് വെച്ചാൽ ചുഴലി എന്ന രോഗമാണ്. ചുഴലിയെക്കുറിച്ച് പറയുമ്പോൾ ഈ ചുഴലിയുള്ളവർ അവർക്ക് തീ കണ്ടു കഴിഞ്ഞാൽ തീയിൽ ചെന്ന് വീഴും. തീയിൽ ചെന്ന് വീഴുന്ന എന്ത് ചെയ്യും? വെന്ത് പോകും. അടുത്ത് വെള്ളം കാണുമ്പോൾ വെള്ളത്തിലേക്ക് അവർ ചാടും. അങ്ങനെ ഹല്ലേലൂയ, വെള്ളത്തിൽ വീണ് മരിച്ചു പോകും. ഹല്ലേലൂയ. 2 അപകടങ്ങൾ ഈ ചുഴലി എന്ന അതായത് ചന്ദ്രരോഗമെന്ന ഈ രോഗത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. വെള്ളവും തീയും ഭയങ്കര ഡേഞ്ചറാണ്. ഇത് പറയുമ്പോൾ എന്നെ സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന, എന്നെ ട്യൂഷൻ പഠിപ്പിച്ചിരുന്ന ഒരു ഹിന്ദി സാറ്, ആമേ ചുഴലി ഉണ്ടായിരുന്നു. ഭയങ്കര കഴിവും ഹിന്ദിയിലൊക്കെ ഭയങ്കര ഇതിലാണ്. ഒരു ചെറുപ്പക്കാരൻ, അന്നത്തെ കണക്കിന് ഒരു 23-24 വയസ്സാള്, ഒരു സുപ്രഭാതത്തിൽ കുളത്തിൽ പോയി അവസാനം കുളത്തിൽ വീണ് മുങ്ങി മരിച്ചു. ഭയങ്കര ആ ഒരു അനുഭവം കണ്ടൊരു വ്യക്തിയാണ്. ഈ ചുഴലിയുള്ളവരെ ഭയങ്കര ശ്രദ്ധിക്കണം. ഒരു ഡേഞ്ചർ എപ്പോഴും പതിയിരിപ്പുണ്ട്. ആമേ ഹല്ലെ. വെള്ളവും തീയും എപ്പോഴും ആമേ ഒരു അപകടത്തിൻ്റെ മേലാണ്. ഇവിടെ പറയുന്നുണ്ട്, പലപ്പോഴും വെള്ളത്തിലായാൽ വീഴുന്നു, ആമേ അതുപോലെ തന്നെ ആമേ തീയിൽ വീഴുന്നു, പലപ്പോഴും രക്ഷിക്കുന്നുണ്ട്. എപ്പോഴാണ് ജീവൻ എടുക്കുന്ന അറിയത്തില്ല കുഞ്ഞെ. എപ്പോഴാണ് തീ ആമേ തകർക്കുമെന്ന് അറിയത്തില്ല. വെള്ളം എപ്പോഴാണ് മുക്കത്തില്ല. ഞങ്ങൾക്ക് എപ്പോഴും മകൻ്റെ കൂടെ മുടക്കാൻ പറ്റുമോ? ചുഴലിയുള്ളവരുടെ അല്ലെങ്കിൽ ചന്ദ്രരോഗമുള്ള ഒരു വ്യക്തിയുടെ കൂടെ എപ്പോഴും ഒരാൾ വേണം. അവൻ കുളിക്കാൻ പോകുമ്പോൾ കൃത്യമായിട്ട് പോകണം. അവൻ ചില തീരെടുത്ത് പോകുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. അപ്പൻ്റെ ഒരു വേദന, എൻ്റെ മകനൊരു സൗഖ്യം എന്ന് വേണം, എൻ്റെ മകന് സൗഖ്യം വേണം. ഇതൊരു വല്ലാത്തൊരു ബുദ്ധിമുട്ട് ധർമ്മസങ്കടത്തിലേക്ക് വന്ന് ഇത് ശിഷ്യന്മാരടുത്ത് വന്നിട്ട് ശിഷ്യന്മാർക്ക് ഇത് ചെയ്യാൻ പറ്റിയില്ല. എന്നാൽ യേശുവിന് നമ്മൾ മുട്ടുകുത്തിയപ്പോൾ ഒരു ദൈവ പ്രവൃത്തിക്ക് വേണ്ടി ഒരു ദൈവ പ്രവൃത്തിക്ക് വേണ്ടി ഒരുങ്ങുന്നുണ്ട്. ഇന്ന് മറ്റൊരു നടക്കാത്തൊരു വിടുതല്, ഇന്ന് മറ്റൊരു സ്ഥലത്ത് നടക്കാത്തൊരു വിടുതല് ഇന്ന് ഇതിനകത്ത് നടക്കുന്നതിനായി സ്തോത്രം. മറ്റൊരു സ്ഥലത്ത് നടക്കാത്തൊരു വിടുതല്, ഇതുവരെ നിന്റെ ജീവിതത്തിൽ നടക്കാത്തൊരു സൗഖ്യം ഇതിനകത്ത് നടക്കാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യാണ്. ആമേ, ഹല്ലേലൂയ. അപ്പോൾ കഷ്ടത്തിലായി പോകുന്നു. ഞാൻ അവനെ നിന്റെ ശിഷ്യന്മാർ പറയുന്നു. 16ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, ഈ വ്യക്തി പറയാ, ഞാൻ അവനെ നിന്റെ ശിഷ്യന്മാരുടെ അടുക്കൽ കൊണ്ടുവന്നു, എന്നാൽ അവർക്ക് സൗഖ്യം വരുത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല. ആദ്യം അവർ കൊണ്ടുപോയത് ശിഷ്യന്മാരുടെ അടുത്താണ്. പ്രൈസ് ദി ലോർഡ്. ഇന്നൊരു സംശയമാണ്, വിടുതലിൻ്റെ മേലുള്ള സംശയത്തെയാണ് വിടുതലായി മാറുന്നത്. ഈ ആദ്യ രോഗം കൊണ്ട് വന്ന സമയത്ത് യേശു പർവ്വതത്തിലേക്ക് പ്രാർത്ഥിക്കാൻ പോയപ്പോൾ 3 പേരായിട്ട് പോയ സമയത്ത് ഈ രോഗങ്ങൾ ബാധിച്ച വ്യക്തിയെ ആദ്യം കൊണ്ടുപോയത് ശിഷ്യന്മാർ താഴെയുണ്ട്. 12 ശിഷ്യന്മാരിൽ 3 പേരെ കൊണ്ടുപോയുള്ളൂ. ബാക്കി എത്ര പേരുണ്ട് ഇവിടെ? 12 3 പോയ 9. അത് പറഞ്ഞ 9 പേര് ഇവിടെ താഴെ നിൽക്കുകയാണ്. 9 പേരും താഴെ നിൽക്കുന്ന സമയത്ത് ഒരു സൗഖ്യത്തിന് ശുശ്രൂഷ നടന്നില്ല. ആമേ, ഹല്ലേലൂയ. അവിടെ പറയുന്നത്, കർത്താവേ, ശിഷ്യന്മാർക്ക് അവിടെ കൊണ്ടുപോയി, എന്നാൽ സൗഖ്യം വരുത്താൻ അവർക്ക് കഴിഞ്ഞില്ല. ശിഷ്യന്മാരിലൂടെ ഒരു സൗഖ്യം നടന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് നിന്റെ ശിഷ്യന്മാർക്ക് ഒരു സൗഖ്യം പ്രാർത്ഥിച്ച് വിടുതലെടുക്കുവാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു. അപ്പോൾ 17ാമത്തെ വാക്യത്തിൽ യേശു അവിശ്വാസവും, ഇതാ ശ്രദ്ധിച്ച് കേൾക്ക്, അവിശ്വാസവും കോട്ടയുള്ള തലമുറയെ എത്രത്തോളം ഞാൻ നിങ്ങളുടെ കൂടെ ഇരിക്കും, എത്രത്തോളം നിങ്ങളെ സഹായിക്കും, അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവേൻ എന്ന് ഉത്തരം പറഞ്ഞു. ഇത് പറഞ്ഞപ്പോൾ ശിഷ്യന്മാർക്ക് എന്തുണ്ടായിരുന്നു? അവിശ്വാസമുണ്ടായിരുന്നു. ശിഷ്യന്മാർ യേശുവിൻ്റെ കൂടെ ഉണ്ടായിട്ട് പോലും, കർത്താവിൻ്റെ കൂടെ നടന്നിട്ട് പോലും എന്തുണ്ടായിരുന്നു? ഒരവിശ്വാസമുണ്ടായിരുന്നു. ഇന്ന് ഞാൻ വിളിച്ച് പറയുന്നുണ്ട്, ഒരു അവിശ്വാസമുണ്ടെങ്കിൽ നിനക്കൊരു വിടുതലെടുക്കാൻ പറ്റത്തില്ല. ഇന്ന് ഇതിനകത്ത് വരുമ്പോൾ ഇന്ന് മനസ്സിലാക്കണം, ദൈവദാസന്റെ മേൽ കൃപയെ നീ അവിശ്വസിക്കരുത്. നീ വിശ്വസിക്കണം, എന്റെ ദൈവദാസനിലൂടെ ഇന്നൊരു അത്ഭുതം ചെയ്യുമെന്ന് നീ വിശ്വസിക്കണം. ഹല്ലേലൂയ. ഇതിനകത്ത് വരുമ്പോ
നിങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നത് പ്രവർത്തിക്കുന്ന ആരാ? യേശുവ. ഹല്ലേലൂയ. നമുക്ക് അല്പവിശ്വാസം പോലും ഇതിനകത്ത് അവിശ്വാസം ഒരിക്കലും വരാൻ പാടില്ല. ഒരു ദൈവ പ്രവൃത്തി കാണുമെങ്കിൽ നിന്റെ അവിശ്വാസത്തെ നീ എടുത്ത് മാറ്റണം. അവിശ്വാസത്തിന് ഒരിക്കലും നമുക്ക് യാത്ര ചെയ്യാൻ പറ്റത്തില്ല. ഒരു അവിശ്വാസത്തിന് ഒരിക്കലും ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാൻ പറ്റുമോ? ഒരു അവിശ്വാസം ഉണ്ടെങ്കിൽ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാൻ പറ്റുമോ? എപ്പോഴും വേണോ മൂട്ടി വീഴാം. ഒരു അവിശ്വാസത്തോടെ വണ്ടി ഡ്രൈവിംഗ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. എവിടെയും അവിശ്വാസം ഒരു പരാജയമായത് കൊണ്ടാണ്, മനസ്സിനകത്ത് ഒരു അസ്വസ്ഥത വന്നത് കൊണ്ടാണ് വിടുതൽ. അതാ പറയുന്നത്, അവിശ്വാസം കോട്ടുള്ള തലമുറ എത്രത്തോളം ഞാൻ നിങ്ങളുടെ കൂടെ ഇരിക്കും. യേശു എപ്പോഴും നിങ്ങൾ അടുത്തിരിക്കത്തില്ല. യേശു പറയാ, എപ്പോഴും എൻ്റെ അടുത്തിരിക്കുമ്പോഴും യേശു അടുത്തിരിക്കുമ്പോൾ അത്ഭുതമുണ്ട്, വിടുതലുണ്ട്, എല്ലാമുണ്ട്. യേശു അല്പം മാത്രം ഒന്ന് പർവ്വതത്തിൽ പ്രാർത്ഥിക്കാൻ പോയ സമയത്ത് ശിഷ്യന്മാർക്ക് ഇത് ചെയ്യാൻ പറ്റിയില്ല. ഹല്ലേലൂയ. എന്നാൽ ഇവിടെ പറയുന്നു, എത്രത്തോളം എന്ന് പറയുന്നു, ഇവരെ സഹിക്കും. അവനെ ഇത് പറഞ്ഞിട്ട് അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവിൻ എന്ന് ഉത്തരം പറഞ്ഞു. യേശു ഭൂതത്തെ ശാസിച്ചു, അത് അവനെ വിട്ടുപോയി. ബാലൻ ആ നാഴികയിൽ സൗഖ്യം വന്നു. എന്തുണ്ടായിരുന്നു? ഒരു ഭൂതമുണ്ടായിരുന്നു. ചുഴലി എന്ന രോഗത്തിൻ്റെ മേൽ. അത് രോഗമല്ല, അതൊരു ബന്ധനമാണെന്ന്. ഹല്ലേലൂയ. അത് യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നപ്പോൾ തന്നെ യേശു അതിനെ ശാസിച്ചു. ആ ഭൂതം പുറത്തുപോയി. ഹല്ലേലൂയ. ഇന്നത്തെ ചിന്താ വിഷയം എന്ന് പറയുമ്പോൾ 19-ാമത്താണ് ചിന്താവാക്യം. അത് നിങ്ങളെ വായിച്ച് കൊണ്ടുവന്നതാണ്. അപ്പോൾ യേശു ശാസിച്ചു, ഭൂതത്തെ ശാസിച്ചു, ഭൂതം പുറത്തുപോയി, അവനെ വിട്ടുപോയി. ബാലൻ ആ നാഴികയിൽ സൗഖ്യം വന്നു. ശിഷ്യന്മാരൊക്കെ 9 പേര് എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ ശിഷ്യന്മാരും എല്ലാവരും നോക്കിക്കൊണ്ടിരുന്നപ്പോൾ, ദൈവമേ, ഞങ്ങൾ നല്ലതുപോലെ പ്രാർത്ഥിച്ചു, യേശുവിൻ്റെ നാമത്തിൽ പോട്ടെ. എന്നാലും ഒരു സംശയം, പ്രാർത്ഥിച്ച ഭാഷ സംശയം, ഇത് പോകുമോ? ചില മനസ്സിനകത്തുകൾ സംശയം വെച്ചുകൊണ്ട് കൈവയ്ക്കരുത്. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ മാത്രമേ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി വരത്തുള്ളൂ. പ്രാർത്ഥിക്കുന്നവരോട് പറയുക, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇന്നത്തെ ചിന്താ വിഷയം അതെയാ. നമ്മുടെ മനസ്സിനകത്ത് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വിടുതൽ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും, പക്ഷെ നമ്മളെ വിശ്വാസത്തോടുള്ള പ്രാർത്ഥനയാണ്. അല്പം പോലും നമ്മൾ സംശയിക്കാതെ പ്രാർത്ഥിക്കണം. പക്ഷേ ഈ ശിഷ്യന്മാർ കണ്ട് അതിശയപ്പെട്ടു. ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ല, ഇത് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ല, ഞങ്ങൾ ശ്രമിച്ചിട്ട് ഒരു വിടുതലെടുക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ബാലന്റെ സൗഖ്യം കണ്ടിട്ട് 19-ാമത്തെ വാക്യമാണ്, ശിഷ്യന്മാർ യേശുവിനെ സ്വകാര്യമായിട്ട് വിളിച്ചുകൊണ്ടുപോയി. അവിടെ നിന്നിട്ട് അതാ ഇന്നത്തെ വാക്യം, യേശുവിനെ സ്വകാര്യമായിട്ട് വിളിച്ചു കൊണ്ടുപോയി. എൻ്റെ കർത്താവേ, ഒന്ന് എൻ്റെ അടുത്ത് വരണം. എല്ലാവരും കൂട്ടത്തിൽ നിന്ന് ഒന്ന് മാറ്റിയാണ് എനിക്കൊന്ന് കാര്യം ഇത് അറിഞ്ഞേ പറ്റൂ. ഇതിൻ്റെ ഗുഡൻസ് എനിക്ക് അറിയണം, ഇതിൻ്റെ രഹസ്യം അറിയണം. പരസ്യമായിട്ട് ചോദിക്കുക, ഇതിൽ ലജ്ജയൊക്കെ ഉണ്ട്, എനിക്കിത് നാണക്കേടൊക്കെ ഉണ്ട്. അതുകൊണ്ട് കൂട്ടത്തിൽ നിന്ന് യേശുവിനെ, എല്ലാവരും മുമ്പ് നിൽക്കുന്ന യേശുവിനെ ഒന്ന് രഹസ്യത്തിൽ വിളിച്ച്, ആമേ ഹല്ലേലൂയ, ഒന്ന് മാറ്റിക്കൊണ്ട് പോവുകയാണ്. ചില രഹസ്യങ്ങൾ പറയണമെങ്കിൽ രഹസ്യത്തിൽ തന്നെ വിളിക്കണം. യേശുവിനോട് ചില രഹസ്യത്തിൽ ചില കാര്യങ്ങൾ കൈമാറണം. നിനക്ക് യേശുവിനെ രഹസ്യത്തിൽ വിളിക്കാൻ പറ്റുമോ? ഹല്ലേലൂയ. നിനക്ക് യേശുവിനെ രഹസ്യത്തിൽ നിന്ന് വിളിക്കാൻ താല്പര്യമുണ്ടോ? ഇന്ന് എത്ര പേർക്ക് താല്പര്യമുണ്ട്? ദൈവമക്കളെ, എൻ്റെ യേശുവിനെ രഹസ്യത്തിൽ വിളിക്കുവാൻ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ആഗ്രഹമുള്ളവരും ദൈവത്തിന് മഹത്വം കൊണ്ട് എൻ്റെ യേശുവിനെ രഹസ്യത്തിൽ ഒന്ന് വിളി. ഹല്ലേലൂയ. ഒന്ന് രഹസ്യത്തിൽ വിളിക്കുവാൻ ആഗ്രഹമുള്ളവർ ഒന്ന് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ. നിങ്ങൾ രഹസ്യത്തിൽ ചോദിക്കണം, കർത്താവേ, എന്തുകൊണ്ട് ഞാൻ ഈ രഹസ്യത്തിൽ ഒന്ന് യേശുവിനെ ശിഷ്യന്മാർ വിളിച്ചു കൊണ്ടുപോയി? അങ്ങനെയാണെങ്കിൽ ഇന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് വിടുതലില്ലാത്ത വിഷയത്തിൻ്റെ മേൽ ആത്മാവിനോട് പറയുന്നു, പരിശുദ്ധ പറയുന്നു, നീ രഹസ്യത്തിൽ യേശുവിനോട് ചോദിക്കണം, ഞാൻ എന്തുകൊണ്ടാണ് സൗഖ്യം പ്രാപിക്കാത്തത്? എന്തുകൊണ്ട് ഞാൻ രോഗിയാകുന്നു? ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് ആത്മാവിനെ തിളക്കിയ ഇത് പറയുമ്പോ തന്നെ, ഓ എവിടെ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ടെന്ന് ആത്മാവിനെ വിളിച്ചു പറയുന്നു. ഓ മെഡിസിൻ കഴിച്ചു, പ്രാർത്ഥിച്ചു. ചിലവർക്ക് മെഡിസിൻ കഴിച്ചിട്ട് സൗഖ്യമില്ല, പ്രാർത്ഥിച്ചിട്ട് സൗഖ്യമില്ല. പാസ്റ്റർ പ്രാർത്ഥിച്ചിട്ടും സൗഖ്യമില്ല. എന്തോ ഒരു കുഴപ്പമുണ്ട്. യേശുവാസ് പറയേ അല്ലേ, വെറുതെ പ്രാർത്ഥിച്ചിട്ടും
സൗഖ്യം കിട്ടിയില്ലെങ്കിൽ എന്തോ കുഴപ്പമുണ്ട്. ഈ കുഴപ്പം പാസ്റ്ററിനോട് പറയാൻ പറ്റുമോ? പാസ്റ്റർ ചിലപ്പം വേറെ വിശ്വാസിയുടെ പറഞ്ഞാൽ എല്ലാ പാസ്റ്ററും വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾക്ക് എന്നെ ധൈര്യമായിട്ട് വിശ്വസിക്കാം. ഈ പാസ്റ്റർ കോപ്പി അടിക്കില്ല, ധൈര്യമായിട്ട് വിശ്വസിക്കാം. ഹല്ലേലൂയ. എൻ്റെ അത് ഹൃദയത്തിനകത്തിരിക്കുന്ന കാര്യം ഹൃദയത്തിനകത്ത് തന്നെ ഇരിക്കും, കുടുംബത്തിൽ പോലും പറയത്തില്ല. കാര്യം എന്താണ്? ധൈര്യമായിട്ട് വിശ്വസിക്കാം. ഹല്ലേലൂയ, ആമേൻ. അപ്പോ പാസ്റ്റർ പ്രാർത്ഥിച്ചിട്ടും സൗഖ്യം നടന്നില്ല എങ്കിൽ ഇതിനകത്ത് എന്തോ കുഴപ്പമുണ്ട് അല്ലേ? പാസ്റ്റർ ചിലപ്പോൾ പ്രാർത്ഥിച്ച് സൗഖ്യം കിട്ടി, കുറച്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും വന്നു, പൂർണ്ണമായൊരു വിടുതൽ വരുന്നില്ല. അങ്ങനെയുള്ളൊരു ഇതിനകത്ത് പൂർണ്ണമായിട്ട് വിടുതൽ വരുന്നില്ല. ഞാൻ അങ്ങനെ ഉള്ളവരോട് പറയാം, ഇന്ന് ചാനലിലൂടെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളെ, ഈ ശബ്ദം കേൾക്കുന്ന ലോകത്ത് എവിടെ ഇരുന്നാലും ഞാൻ നിന്നോട് പറയുന്നു, പ്രാർത്ഥിച്ചിട്ട് വിടുതലില്ലാത്ത ചില വിഷയത്തിൻ്റെ മേൽ നിനക്ക് യേശുവിനെ രഹസ്യത്തിൽ വിളിച്ചു കൊണ്ടുപോകാൻ പറ്റുമോ? ഈ പറയുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ യേശുവിനെ രഹസ്യത്തിൽ വിളിച്ച് നിങ്ങൾ രഹസ്യമായിട്ട് കൊണ്ടുപോകണം നിങ്ങളുടെ റൂമിനകത്ത്. ഇത് പറയുമ്പോൾ നിങ്ങൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി പോയിട്ട് രഹസ്യത്തിൽ വാതിലടച്ച് ദൈവത്തോട് ചോദിക്കണം. എന്താ ചോദിക്കേണ്ടത്? നിങ്ങൾ എന്താ ചോദിക്കേണ്ടത്? അപ്പാ, ഞാൻ ദൈവത്തെ അറിഞ്ഞു, അല്ലെങ്കിൽ മാനസാന്തരപ്പെട്ടു, അല്ലെങ്കിൽ മാനസാന്തരപ്പെട്ടില്ല. രണ്ട് സെക്ഷനുണ്ട്, മാനസാന്തരപ്പെട്ടവരുണ്ട്, മാനസാന്തരപ്പെടാത്തവരുണ്ട്. മാനസാന്തരപ്പെട്ടവനും പ്രശ്നമാണ്, മാനസാന്തരപ്പെടാത്തവനും പ്രശ്നമാണ്. പക്ഷെ പൂർണ്ണമായി വിടുതൽ വരാത്ത കാരണം ഞാൻ പറയാം, എവിടെയോ എന്തൊക്കെയോ നിൻ്റെ തലമുടിക്കകത്ത് എവിടെ എന്തെങ്കിലും ദൈവത്തിന് ഇഷ്ടമില്ലാതെ ഒളിച്ചു വയ്ക്കുന്നതാണ് നിന്നെ മാറാത്ത, നിന്റെ പ്രശ്നം മാറാതെ കിടക്കുന്ന തീരാത്ത രോഗമായി അത് മാറുന്നുണ്ട്. അത് രോഗമല്ല, ഒരു ബാധയാണ്. രോഗമല്ല, അത് രോഗമല്ല, അതൊരു ബാധയാണ്. ഈ ബാധ മാറണമെങ്കിൽ, ഇന്ന് അതിൻ്റെ മേൽ വിടുതൽ വേണമെങ്കിൽ നീ യേശുവിനെ ചില വിഷയത്തിന് രഹസ്യത്തിൽ വിളിച്ചേ പറ്റൂ. നിന്റെ രഹസ്യത്തിലെ റൂമിൽ അല്ലേ, നിന്റെ റൂം നിന്റെ ഉള്ളതാ അല്ലേ, അത് രഹസ്യ റൂമല്ല, പരസ്യ റൂമാണ്. പക്ഷെ വാതിലടച്ച് നീ രഹസ്യത്തിനകത്ത് ഇരുന്നിട്ട്, ഇന്ന് ഈ വചനം കേൾക്കുന്ന ദൈവമക്കളെ വീട്ടിൽ ചെന്നിട്ട് നിങ്ങൾ ഇന്ന് പ്രാർത്ഥനകൾ സമയം ചില മണിക്കൂറുകൾ ദൈവസ്ഥലിൽ നിന്ന് ചോദിക്കണം. ഞാൻ ദൈവത്തെ അറിഞ്ഞ വ്യക്തി ആദ്യം എടുക്കുക. കർത്താവേ, എൻ്റെ ശരീരത്തിന് മേൽ രോഗങ്ങൾ കൊണ്ട് വെല്ലുവിളിക്കുന്നു. എനിക്ക് ആശുപത്രി കയറി എന്നെ മടുത്തു. എനിക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, സ്വസ്ഥമായി ഉറങ്ങാൻ പറ്റുന്നില്ല, ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാൻ പറ്റുന്നില്ല. ഈ അവസ്ഥ ഇന്ന് പകൽക്കാലം നിങ്ങൾക്കൊരു വിടുതൽ വരാൻ പോവുകയാണ്. നീ രഹസ്യത്തിൽ ഇന്ന് നിങ്ങളുടെ വിഷയത്തിൻ്റെ മേൽ, ഇത് ഒരു വ്യക്തി മാത്രമല്ല, 1000 വ്യക്തികളുണ്ട്. ഇന്ന് ഈ സഭയിൽ കേൾക്കുന്ന ചുരുക്കം വ്യക്തികളല്ല ദൈവമക്കളെ. ഇത് നിങ്ങൾ മാത്രമല്ല, എൻ്റെ അടുത്തിരിക്കുന്നവർ മാത്രമല്ല, ഒരുപാട് പേര് ഇതിനകത്തുണ്ട്, ഒരുപാട് പേരുണ്ട്. എവിടെ എന്തൊക്കെയോ ചില കുഴപ്പങ്ങൾ ഒളിച്ചു ഇരിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു രഹസ്യം പോലും ഒളിച്ചു വയ്ക്കാൻ പറ്റത്തില്ല. ദൈവത്തിനെ അറിഞ്ഞാൽ ദൈവത്തിനെ അറിഞ്ഞു തന്നെ ജീവിക്കണം. പക്ഷെ തെറ്റുകളും വീഴ്ചകളും പരാജയവും വരാം, എല്ലാവർക്കും വരാം. പക്ഷെ തിരുത്തി ഇന്ന് കൈമാറുവാൻ, തെറ്റുകളെ തിരുത്തി വന്നുപോയ കുറവുകളെയും, പക്ഷെ ദൈവം നിങ്ങളെ വിളിക്കുമ്പോൾ ദൈവത്തിൻ്റെ വഴിയിലൂടെ നടക്കേണ്ടത്. നമ്മൾ വഴി തെറ്റുമ്പോൾ പ്രശ്നങ്ങൾ വന്ന് കയറും, ചില ബാധകൾ വന്ന് കയറും, ചില ഭൂതങ്ങൾ വന്ന് കയറും. പക്ഷെ ദൈവത്തിൻ്റെ വഴിയിലൂടെ ദൈവത്തിന് അടുത്തിരിക്കുമ്പോൾ ഇതൊന്നും വരത്തില്ല. കാരണം നമ്മൾ ദൈവത്തെ അനുസരിച്ച് എപ്പോഴും നമ്മുടെ ഹൃദയം എന്തുണ്ടായിരിക്കണം? ശുദ്ധമാകണം. ഹൃദയം ശുദ്ധമാകണമെങ്കിൽ നമ്മളെ ഹൃദയത്തിനകത്ത് പാപത്തിൻ്റെ ചിന്ത പോലും വരാൻ പാടില്ല. നമ്മുടെ വികാരങ്ങളെയും വിചാരങ്ങളെയും നമ്മൾ ശരീരത്തിൻ്റെ മേൽ എന്ത് ചെയ്യണം? നമ്മൾ ഉപവസിച്ച് തന്നെ ബന്ധിക്കണം. പൗലോസ് പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ച് എൻ്റെ ശരീരത്തെ ഞാൻ അടിമയാക്കും. ഞാൻ പ്രാർത്ഥിച്ച് ഉപവസിച്ച് എൻ്റെ ശരീരത്തെ ഞാൻ അടിമയാക്കും. അതാ പ്രാർത്ഥന. ആമേ, ഹല്ലേലൂയ. ഇന്ന് പറയട്ടെ, നീ രഹസ്യത്തിൽ യേശുവിനെ വിളിക്കുവാൻ മനസ്സുണ്ടോ? ശിഷ്യന്മാർ വിളിച്ചു, ഗുരുവേ ഒന്ന് രഹസ്യത്തിൽ വാ, എനിക്കൊന്ന് സംസാരിക്കാനുണ്ട്. അപ്പാ
എനിക്കൊന്ന് രഹസ്യത്തിനോട് സംസാരിക്കണം. ഇന്നൊരു മറ്റൊരു ദൈവദാസനോടല്ല, ഇന്ന് മറ്റൊരു വ്യക്തിയോടല്ല, യേശുവിനോട് രഹസ്യത്തിൽ നിനക്ക് പറയുവാൻ, രഹസ്യത്തിൽ കൈമാറ്റം ചെയ്യുവാൻ, നിന്റെ പ്രാർത്ഥന വിഷയം രഹസ്യത്തിൽ നിന്ന് കൈമാറ്റം ചെയ്യുവാൻ മനസ്സുണ്ടോ? ദൈവം നിനക്കൊരു പൂർണ്ണമായൊരു വിടുതൽ തരാൻ പോവുകയാണ്. നീ രഹസ്യത്തിൽ ചെല്ലുമ്പോ, നീ ദൈവത്തെ രഹസ്യത്തിൽ വിളിച്ചിട്ട് രഹസ്യത്തിൽ ചോദിക്കുമ്പോ ഒരു കാര്യം ചോദിക്കണം. എന്ത് കാര്യം? എൻ്റെ ജീവിതത്തിൽ ഒരു വിടുതലില്ലാത്തതിൻ്റെ കാരണം എന്താണെന്ന് ദൈവം വെളിപ്പെടുത്തണം. നിങ്ങൾ മറന്നുപോയി. ഇപ്പം നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഞായറാഴ്ച കൃത്യമായിട്ട് വരുന്നുണ്ട്, ദൈവത്തെ ആരാധിക്കുന്നുണ്ട്, തിരുവത്താഴം എടുക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ശരിയാണ്. പക്ഷേ ചിലയിടത്തൊക്കെ അതിനകത്ത് എന്തൊക്കെയോ ചില 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 കുഴപ്പങ്ങൾ അതിനകത്തിരുന്ന് വ്യാപരിക്കുന്നുണ്ട്. ചില കുഴപ്പങ്ങൾ, ചില മനസ്സിനകത്തില് ദൈവഹിതമില്ലാത്ത ചില ചിന്തകളോ, ദൈവഹിതമില്ലാത്ത ചില പ്രവൃത്തികളോ, ഇതാണ് നിനക്ക് വിട്ടുമാറാതെ നടക്കുന്ന ചില അസ്വസ്ഥതകളാണെന്ന് ആമേ ഹല്ലേലൂയ എനിക്ക് പറയാൻ പറ്റും. നമ്മുടെ പ്രശ്നം എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. എനിക്ക് വിടുതലില്ലാത്ത കാരണം നമ്മൾ പാപങ്ങൾ ചിലപ്പോൾ നമ്മുടെ ശരീരത്തിന് മേൽ എവിടെയെങ്കിലൊക്കെ കിടപ്പുണ്ടെങ്കിൽ, നിങ്ങൾ പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് വിട്ടുവരാൻ കഴിഞ്ഞില്ല എങ്കിൽ, പാപത്തിന്റെ സെന്റൻസ് എവിടെയെങ്കിലും കിടപ്പുന്നുണ്ടെങ്കിൽ, ഒരു തലമുടിയിലെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് വിടുതലാവത്തില്ല. നിങ്ങളുടെ തലമുടിയിൽ ഒരു തലമുടിയിലെങ്കിലും ഒരു പാപത്തിന്റെ ഒരു അംശം കിടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിടുതലാവത്തില്ല. എന്നും പ്രശ്നം തന്നെ, എന്നും പ്രശ്നം തന്നെ. അത് എന്നും വന്നുകൊണ്ടിരിക്കുക, മാറി മാറി, ഇന്ന് മാറി, ഇന്ന് മാറി, ഇന്ന് മാറി. അങ്ങനെയുള്ളവർ ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ ഇന്ന് ഹൃദയം കൊണ്ട് പറ, ഞാൻ ഇന്ന് യേശുവിനെ രഹസ്യത്തിൽ വിളിക്കാൻ പോകുകയാണ്. ഞാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ എന്നോട് വെളിപ്പെടുത്തണം. നിങ്ങൾ മറന്നുപോയി എന്തെങ്കിലും ഉണ്ടെങ്കിൽ, പാപ രഹസ്യങ്ങൾ എന്തെങ്കിലും മനസ്സിനകത്ത് എന്തെങ്കിലും ദൈവഹിതമില്ല ചിന്തകളുണ്ടെങ്കിൽ അതിൻ്റെ മേൽ മാറ്റം വന്നാൽ മാത്രമേ ഒരു വിടുതൽ സംഭവിക്കത്തുള്ളൂ. ഹല്ലേലൂയ. നിങ്ങൾ വിടുതലെടുക്കുമ്പോ ദൈവത്തോട് രഹസ്യത്തിൽ ഇന്ന് അതിനു വേണ്ടി നിങ്ങൾ സമയം വേർതിരിക്കണം. ദൈവമക്കളെ, ഞാനിത് പറയുമ്പോൾ നിങ്ങളുടെ അനുഗ്രഹത്തിന് വേണ്ടി നിങ്ങൾ രഹസ്യത്തിൽ നിങ്ങൾ ചെന്ന് ദൈവത്തോട് ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് പൂർണ്ണമായി വിടുതൽ. നിങ്ങൾ ഇന്ന് അത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ പൂർണ്ണ വിടുതലാണ്. നാളെ പ്രഭാതം ഇതെല്ലാം പൂർണ്ണ വിടുതലാണെന്ന് ആത്മാവിനോട് പറയുന്നുണ്ട്. ദൈവത്തോടാണ്, മനുഷ്യരുടെ മുമ്പിലല്ല. നിങ്ങളെ ദൈവത്തോട് നിങ്ങളുടെ എന്താണ് കുറവ്, എന്താണ് ബലഹീന, കർത്താവെ ഞാൻ അനുസരണക്കേട് കാണിച്ചിട്ടുണ്ടോ? ദൈവം നമ്മളെപ്പോലെ നല്ല സർവശക്തനായ ജ്ഞാനിയുമാണ്. ദൈവത്തിൻ്റെ വഴിയിലല്ലാതെ ഒരിക്കലും നമ്മൾ മറ്റൊരു വഴിയിൽ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മൾ ദൈവത്തിൻ്റെ വഴി വിട്ട് എന്തെങ്കിലും ദൈവഹിതമില്ലാത്ത സംസാരം നമ്മളെ വായിൽ നിന്നൊരു വാക്ക് വീഴുന്നിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ദോഷമായി കിടപ്പുണ്ട്. ദൈവത്തിൻ്റെ സന്നിധിയിൽ നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കുന്ന മുമ്പേ തടസ്സങ്ങളായി കിടക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഏറ്റു പറഞ്ഞ് നിങ്ങളെ കുറവുകൾ വെളിപ്പെടുത്തുവാനും അതിനെ ഉപേക്ഷിക്കുവാനും അങ്ങനെ എടുക്കുന്നുണ്ടെങ്കിൽ വലിയൊരു വിടുതലായിത്തീരും. ഇവിടെ സ്വകാര്യമായി യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നിട്ട് ഞങ്ങൾക്ക് ശിഷ്യന്മാർ പറഞ്ഞു, ഞങ്ങൾക്ക് അതിനെ പുറത്താക്കി കൂടാതെ എന്ന് ചോദിച്ചു. യേശുവേ, ഇത് ഞങ്ങൾ ശ്രമിച്ചിട്ട് ഞങ്ങൾക്കിത് ചെയ്യാൻ പറ്റിയില്ല. രഹസ്യത്തിലാണ് ചോദിച്ചത്. എൻ്റെ കർത്താവ് പറഞ്ഞു അവരോട് പറഞ്ഞു, നിങ്ങളുടെ അല്പവിശ്വാസ നിമിത്തമത്രേ നിങ്ങൾക്കത് അല്പവിശ്വാസമാണ്. ശിഷ്യമാണ് അല്പം വിശ്വാസം. ഇതിനകത്ത് പൂർണ്ണമായി വിശ്വസിക്കാൻ കഴിയാത്തത് കൊണ്ടാ, ഇതിനകത്ത് പൂർണ്ണമായി വിശ്വസിക്കാത്തത് കൊണ്ടാ ഇതിനകത്ത് വിടുതലെടുക്കാൻ കഴിയാത്തത്. നിന്റെ അല്പവിശ്വാസമാണ് വിടുതലെടുക്കാൻ കഴിയാത്തത്. ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിക്കുമ്പോൾ പൂർണ്ണമായിട്ട് നിങ്ങളുടെ വിഷയം പൂർണ്ണമായിട്ട് വിടുതൽ കിട്ടുമ്പോൾ നിങ്ങൾ വിശ്വസിക്കണം. ആമേ ഹല്ലേലൂയ. നിങ്ങൾ പൂർണ്ണമായിട്ട് ദൈവ സന്നിധിയിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ വിശ്വസിച്ചുകൊണ്ട് ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ വിടുതലാവും. നമ്മളൊരു കാര്യം ചെയ്യുന്ന മുമ്പേ യേശുവിൻ്റെ കയ്യിൽ പൂർണ്ണമായിട്ട് സമർപ്പിക്കണം. ഹല്ലേലൂയ. ഇന്ന് നമുക്കറിയാം, ഓരോരുത്തർ അനുഭവത്തിലൂടെയൊക്കെ കടന്നുപോയവരാണ്. ഇതിനകത്തിരിക്കുന്ന ഓരോ ദൈവമക്കളായാലും ചാനലുടെ കേൾക്കുന്ന ഓരോരുത്തരും അനുഭവത്തിലൂടെ കടന്നുപോയവരാണ്. ഇതിനകത്ത് വന്നിരിക്കുന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം കൊടുക്കുകയാണ്. ആമേ ഹല്ലേലൂയ. വചനം പറയുന്നുണ്ട്, ആമേ നിങ്ങൾ അവിശ്വാസം
ജീവിതത്തിലേക്ക് നിങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടുന്നുണ്ട്. അല്പവിശ്വാസമാണ് അവിശ്വാസമായി മാറുന്നത്. നീ ദൈവത്തെ പൂർണ്ണമായിട്ട് വിശ്വസിക്കുക. നീ നിന്നെ തന്നെ ദൈവകരങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുക. യേശുവിന് കഴിയാത്ത ഒരു കാര്യമില്ല. നിന്റെ പ്രശ്നം മാറ്റി തരുക യേശുവിന് മാത്രമേ കഴിയത്തുള്ളൂ കുഞ്ഞെ. ആമേ, ഹല്ലേലൂയ. യേശുവിനെ കൊണ്ട് മാത്രമേ കഴിയത്തുള്ളൂ. എൻ്റെ യേശുവിന് കഴിയാത്തൊരു കാര്യമില്ല. സൗഖ്യം പ്രാപിക്കാൻ കഴിയാത്തത് നിന്റെ എവിടെയോ ബലഹീനതകളോ എവിടെയോ പരാജയങ്ങളോ നിന്റെ ജീവിതത്തിലെ പഴയ എന്തൊക്കെയോ നിന്നെ തെവിട്ടുന്നുണ്ട്. അതാണ് തന്നെ രോഗമായി അത് ബാധിക്കുന്നുണ്ട്. അത് മാറുവാൻ, ഒന്ന് കരയുവാൻ, ദൈവസന്നിധിയിൽ നിന്റെ രഹസ്യത്തിൽ പ്രാർത്ഥനയിൽ നീ കണ്ണുനീരോടെ കരയുമെങ്കിൽ, ഒരു തുള്ളി കണ്ണുനീരാൻ ഒഴിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ മേൽ സൗഖ്യം വരുമെന്ന് ഞാൻ വിളിച്ചു പറയുകയാണ്. ഇന്ന് നിങ്ങൾക്ക് അതിൻ്റെ മേൽ നിങ്ങൾ ദൈവത്തിന്റെ തീരുമാനമെട്. ഞാൻ ദൈവത്തിന്റെ വഴി വിട്ടുപോകില്ല. ദൈവം ചില വേലകൾ ഏൽപ്പിച്ചിട്ടുണ്ട്. ദൈവം വിളിച്ച് വേദനിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യണം. ആ വേലയിൽ ഉഴപ്പുമ്പോൾ ശത്രു വന്ന് കയറും. കർത്താവ് ചിലര് എന്നെ വിളിച്ച് ശുശ്രൂഷയ്ക്ക് വിളിച്ചിട്ടുണ്ട്. ഞാൻ ഇന്ന് ശുശ്രൂഷ ഇല്ലാതെ ചെയ്യാതെ ഞാൻ ഉഴപ്പിയോ പോയി കറങ്ങി കിടന്നിട്ട് പറഞ്ഞു ഇവിടെ ആരെങ്കിലും ചെയ്യട്ടെ. എന്നെ ദൈവം വിളിച്ച് പറഞ്ഞു നീ ശുശ്രൂഷ ചെയ്യണം. ദൈവം നട്ടിരിക്കുക. ഞാൻ ചെയ്യാതെ ഇങ്ങനെ കറങ്ങി കിടന്നു കഴിഞ്ഞാൽ ഞാൻ നല്ലപോലെ കറങ്ങും. ഹല്ലേലൂയ. എന്നെ ഏൽപ്പിച്ച വേല ഞാൻ ഉത്തരവാദിത്തത്തോടെ ആത്മാർത്ഥതയോടെ ഹല്ലേലൂയ ചെയ്യുമ്പോൾ മാത്രമേ അതിൻ്റെ മേൽ അനുഗ്രഹം വരത്തുള്ളൂ. ആമേ, ഹല്ലേലൂയ. ഏൽപ്പിക്കുന്ന കാര്യം ഒരു മനുഷ്യന്റെ മുമ്പിലല്ല, ദൈവമാണ് നമ്മൾ ഏൽപ്പിക്കുന്നത്. അവിടെ എന്തെങ്കിലും കോട്ടം വരുമ്പോൾ, ഇന്നലെ ലോകം പറയുക, എവിടെയെങ്കിലും നമ്മൾ കോട്ടം വരുമ്പോൾ നമ്മൾ അനുഗ്രഹത്തിന് തടസ്സമായി തീരും. നമ്മുടെ ഹൃദയങ്ങളെ നിങ്ങളിന്ന് കീറി മുറിച്ച്, പിച്ചാത്തി കൊണ്ടല്ല, നിങ്ങളെ വായുണ്ട് എന്നുവെച്ചാൽ നിങ്ങളെ ഹൃദയത്തെ ശോധന ചെയ്യണം. നിങ്ങൾ പൂർണ്ണമായി തിരുവത്താഴത്തിലോട്ട് വരുമ്പോൾ ഹൃദയം ശുദ്ധമാകണം. ഇന്ന് ഒരു ദിവസം മാത്രമല്ല ദൈവമക്കളെ, എല്ലാ ദിവസവും ശുദ്ധമാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ആമേ, ഹല്ലേലൂയ. ഒരു ദിവസത്തേക്ക് മാത്രമല്ല. എന്നാൽ യേശു യഥാർത്ഥ വിശ്വാസത്തെ കുറിച്ച് നിരന്തരം പറയുന്നുണ്ട്. മലകളെ നീക്കുന്നതിനും അത്ഭുതങ്ങളും രോഗസൗഖ്യവും സംഭവിക്കുന്നതിനും ദൈവത്തിന് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യുന്നതിനും കഴിയുന്ന വിശ്വാസത്തെക്കുറിച്ച് യേശു സംസാരിച്ചു. ആമേ, സംസാരിക്കുന്ന വിശ്വാസം എന്താണ് നമുക്ക് നോക്കാം. യേശു വലിയ കാര്യങ്ങൾ വിശ്വാസത്തെക്കുറിച്ച് സംസാരിക്കുകയെക്കുറിച്ച് നമുക്ക് നോക്കാം. ഒന്ന്, ഫലം ഉളവാക്കുന്ന ഫലപ്രദമായ വിശ്വാസത്തെയാണ് ഇവിടെ പറയുന്നത്. ഒന്നാമത്തെ കാര്യം, ഫലങ്ങൾ ഉളവാക്കുന്ന ഫലപ്രദമായ വിശ്വാസം, അത് തന്നെയാണ് മലകളെ നീക്കുവാനുള്ള വിശ്വാസം. ഈ വിശ്വാസത്തെ ഒരു ശക്തിക്കും നിലനിൽക്കുന്ന രീതിയിൽ വിശ്വസിക്കുന്ന ദൈവത്തിൽ, നമ്മൾ വിശ്വസിക്കുന്നത് ദൈവത്തിൽ വിശ്വസിക്കുന്നതാണ് യഥാർത്ഥ വിശ്വാസം. യഥാർത്ഥത്തിൽ ആരിൽ വിശ്വസിക്കുന്ന? ദൈവത്തിൽ വിശ്വസിക്കുന്നതാണ് യഥാർത്ഥ വിശ്വാസം. ആമേ, കരമടിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്തോട്ടെ. നമ്മൾ യഥാർത്ഥമായ വിശ്വാസം ദൈവത്തിൽ വിശ്വസിക്കുന്നതാണ് യഥാർത്ഥ വിശ്വാസം. ഹല്ലേലൂയ. ആമേ, ആ വിശ്വാസത്തിന്റെ ശക്തിയിൽ, നിങ്ങൾ ഈ വിശ്വാസത്തിന്റെ ശക്തിയിൽ ആമേ നിലനിൽക്കണം. വിശ്വാസത്തിന് ശക്തിയുണ്ട്. അതാണ് പ്രാർത്ഥന എന്ന ശക്തി. ആ ശക്തിയിൽ നിലനിൽക്കണം, യഥാർത്ഥമായി നിലനിൽക്കണം. മാർക്കോസ് സുവിശേഷം 11:21. അപ്പോൾ പത്രോസ് ഓർമ്മ വന്നു, റബി, നീ ശപിച്ച അത്തി ഉണങ്ങിപ്പോയല്ലോ എന്ന് അവനോട് പറഞ്ഞു. യേശു അവരോട് ഉത്തരം പറഞ്ഞത്, ദൈവത്തിൽ വിശ്വാസമുള്ളവൻ ആയിരിപ്പിൻ. ആരെങ്കിലും തന്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചും കൊണ്ട് ഈ മലയോട് നീ നീങ്ങി കടലിൽ ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അപ്പോൾ പത്രോസിന് ഓർമ്മ വന്നു, റബി, നീ ശപിച്ച ആ അത്തി ഉണങ്ങിപ്പോയി. നോക്കി വേണം, അത്തിയിലെ അടുത്ത മക യേശു പോയെന്നും അത്തിക്ക് ഫലം കിട്ടാൻ ശപിച്ചെന്നും അവിടെ അറിയാം. പക്ഷേ പിറ്റേന്ന് അതിൻ്റെ അടുത്ത് വന്ന സമയത്ത് പത്രോസിന് ഓർമ്മ വന്നു, അത്തി ഉണങ്ങി നിൽക്കുകയാണ്. ആ ഉണങ്ങിയ സമയത്ത് അവനോട് പറഞ്ഞു, യേശു അവരോട് ഉത്തരം പറഞ്ഞത്, ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിപ്പിൻ. ഇതാ അത്തിയോട് ഇനി ഫലം കൊടുക്കണമെന്ന് യേശു ഒരു വാക്ക് പറഞ്ഞേ ഉള്ളൂ. പിറ്റേ വന്ന സമയത്ത് അത്തി ഉണങ്ങിപ്പോയി. അത് അവിശ്വാസത്തോടെ നീ ഒരു വാക്ക് പറഞ്ഞാൽ നിന്റെ വിഷയത്തിന്റെ മേലൊരു മറുപടി വരുന്നുണ്ട്.
ചില മുറിവുകൾ ഉണങ്ങുന്നുണ്ട്. ഇതുവരെയും ഉണങ്ങാത്ത മുറിവുകൾ, അത്തി ഉണങ്ങിയതുപോലെ ചില മുറിവുകൾ, മുറിവുകൾ ഇന്ന് ദൈവാത്മാവെന്ന് ഉണക്കുന്നുണ്ട്. എന്റെ യേശു ഒരു വാക്ക് പറഞ്ഞാൽ മതി. ശിഷ്യന്മാർക്ക് അതിശയപ്പെട്ടു. പിറ്റേന്ന് വന്നപ്പോൾ ഉണങ്ങി നിൽക്കുന്ന അത്തിയുടെ അടുത്ത് വന്നപ്പോ പത്രോസിന് ഓർമ്മ വന്നു, ഇതാ യേശു ഈ അത്തിയോട് കൽപ്പിച്ചത് സംഭവിച്ചിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് പലത് സംഭവിക്കാൻ പോകുകയാണ്. ഇന്ന് കൽപ്പിക്കുന്ന പല കാര്യം ഒന്നല്ല, ഇന്ന് പല കാര്യത്തിന്റെ മേലൊരു മറുപടി വരാൻ പോവുകയാണ്. എന്നാൽ യഥാർത്ഥ വിശ്വാസം വിശ്വാസികളുടെ ഹൃദയത്തിലുള്ള ഒരു ദൈവ പ്രവൃത്തിയാണ്. ആമേൻ, ഹല്ലേലൂയ. യഥാർത്ഥ വിശ്വാസം എന്ന് പറയുന്നത് വിശ്വാസികളുടെ ഹൃദയത്തിലുള്ള ഒരു ദൈവ പ്രവൃത്തിയാണ്. മാർക്കോസ് സുവിശേഷം 9:24-25. ബാലന്റെ അപ്പൻ ഉടനെ നിലവിളിച്ചു, കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു, എന്റെ അവിശ്വാസത്തിന് സഹായിക്കണമേ എന്ന് പറഞ്ഞു. എന്നാറേ പുരുഷാരം ഓടിക്കൂടുന്നത് യേശു കണ്ടിട്ട് അശുദ്ധാത്മാവിനെ ശാസിച്ചു, ഊമനും ചെകിടനുമായ ആത്മാവെ ഇവനെ വിട്ടുപോ, ഇനി അവനിൽ കടക്കരുത് എന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ബാലന്റെ അപ്പൻ ഉടനെ നിലവിളിച്ചു, കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ അവിശ്വാസത്തിനെ സഹായിക്കണമേ. ഞാൻ ദൈവം ഒരു സൗഖ്യം തന്നിട്ടൊരു അവിശ്വാസം ഉണ്ടായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളുടെ ഹൃദയത്തിനകത്ത് കിടക്കുന്ന അവിശ്വാസത്തെ എടുത്തു മാറ്റുവാൻ യേശുവിനോട് പ്രാർത്ഥിക്കണം. ബാലന്റെ അപ്പൻ നിലവിളിച്ചു. ശ്രദ്ധിച്ചു കേള്. ഇനിയാണ് അതിൻ്റെ ഒരു തീഷ്ണതയിലോട്ട് കയറുന്നത്. ഒരു വിടുതൽ കിട്ടിയാലും ഒരു അവിശ്വാസം ഉണ്ടായിരുന്നു. വിടുതൽ കിട്ടിയാലും ഒരു സംശയ അവിശ്വാസം. ഈ അവിശ്വാസത്തെ മാറ്റുവാൻ ആരോട് പറയണം? ദൈവത്തോട് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇന്ന് നിങ്ങളുടെ ഹൃദയത്തിനകത്ത് എവിടെയെങ്കിലും അവിശ്വാസം, നിങ്ങളുടെ വിഷയത്തിന് മറുപടി വരുമ്പോൾ അത് പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആ പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റാത്ത എന്തുകൊണ്ടാണ്? അവിശ്വാസം. അവിശ്വാസത്തെ എടുത്തു മാറ്റുവാൻ എന്നെ സഹായിക്കണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. കർത്താവേ, എനിക്ക് അവിശ്വാസം വരല്ലേ. നിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ എനിക്ക് അവിശ്വാസം വരല്ലേ. നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ചൊരു പ്രതീക്ഷ വേണം, യേശുവിനെ കുറിച്ചൊരു ഉറപ്പ് വേണം. ഇന്ന് എനിക്ക് വലിയൊരു വിടുതൽ സംഭവിക്കും, എനിക്കിതൊരു അത്ഭുതം സംഭവിക്കും, എനിക്കിതൊരു മാറ്റം വരുമെന്ന്, എന്റെ കുടുംബത്തിനകത്തൊരു മാറ്റം വരുമെന്ന്, എന്റെ തലമുറയ്ക്കൊരു മാറ്റം വരുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവ പൈതലേ, ഹല്ലേലൂയ. അവിശ്വാസം നമ്മളെ പരാജയത്തിലേക്ക് കൊണ്ടുപോകും. അവിശ്വാസം എപ്പോഴും നമ്മൾ എവിടെ കൊണ്ടുപോകും? പരാജയത്തിലേക്ക് കൊണ്ടുപോകും. ഇന്നത് മാറ്റുവാൻ വേണ്ടിയാ ബാലന്റെ അപ്പൻ നിലവിളിച്ചവർ, കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു. ആര് വിശ്വസിക്കുന്നു? ദൈവത്തിന്റെ മഹത്വത്തിൽ വിശ്വസിക്കണം. നിന്റെ പ്രശ്നം മാറുമെന്ന് നിങ്ങൾ വിശ്വസിക്കണം. നെഞ്ചിൽ കൈവച്ചിട്ട് പറ, എന്റെ പ്രശ്നം മാറ്റി തരുവാൻ യേശുവിന് കഴിയും. ഇത് കേൾക്കുന്ന ദൈവ മക്കളെ പറ, സഹോദര പറ, എന്റെ പ്രശ്നം മാറ്റി തരുവാൻ യേശുവിന് കഴിയും. എന്നാലും പാസ്റ്റർ പറഞ്ഞു, എവിടെയോ ഒരു സംശയം കിടപ്പുണ്ട്. അവിശ്വാസം 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 നമ്മുടെ ജീവിതത്തിൽ എവിടെ വരുന്നു? അനുഗ്രഹത്തിലേക്ക് വരത്തില്ല, അനുഗ്രഹത്തോട് വരത്തില്ല. നിന്റെ പ്രശ്നം മാറണമെങ്കിൽ നീ അവിശ്വാസം കൊണ്ട് നടക്കരുത്. നിങ്ങൾക്ക് യേശുവിലോട്ടുള്ള പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അവിശ്വാസം കിടക്കുന്നത്. ചിലർ പ്രാർത്ഥിച്ചിട്ട് പറയും, പാസ്റ്റർ മാറുമോ? ചിലർ പാസ്റ്റർ നടക്കുമോ? ഇവിടെ മൊണ്ടിയാ. എൻ്റെ കർത്താവ് മൊണ്ടിയും മുടന്തനൊന്നും അല്ല, നല്ല പയറ് പോലെ എൻ്റെ കർത്താവ് നിൽക്കുന്നത്. ഹല്ലേലൂയ. എൻ്റെ കർത്താവ് മൊണ്ടനും മൊടിയും ചെകിടനൊന്നും അല്ല, ആമേ പൊട്ടനൊന്നും അല്ല. ആമേ സകലത്തിന്റെ മേല് അഗ്നി ജ്വാലയ്ക്കുള്ളവ നിന്റെ അടുത്ത് നിൽക്കുമ്പോ നിന്റെ സംശയത്തെ വേരോടെ, നിന്റെ അവിശ്വാസത്തെ വേരോടെ പിഴുതെറിയണം. ഇന്ന് രക്ഷപ്പെടാൻ മനസ്സുണ്ടോ? നിങ്ങൾക്ക് രക്ഷപ്പെടാൻ മനസ്സുണ്ടോ? 24 അവസാനത്തിൽ വരുന്നു. ഈ വർഷത്തിലെ വാഗ്ദത്തം ഞാൻ പിടിക്കും. എത്ര ഒരു മനസ്സുണ്ട്? ഈ വർഷത്തിലെ വാഗ്ദത്തം ഞാൻ പിടിക്കും, ഈ വർഷത്തിലെ വാഗ്ദത്തത്തിലെ കൊള്ള പിടിക്കും. എത്ര ഒരു വിശ്വാസമുണ്ട്?
വിശ്വസിക്കുന്ന ചാടി ആരാധിച്ചോ, ചാടി പിടിച്ചത്. ശബന തീരവരാജപദീന രഗരെ വൈഡവരാജപദീന രഗരെ അസ്തല ഭൗഡവരാജപദീന രഗന വൈഡത്താരവരാജപദീന രഗരെ. ഹല്ലേലൂയ. ആമേൻ 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 ആമേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈ വർഷത്തിൽ ഇത് പറയുമ്പോ ഒരു വാഗ്ദത്ത വചനം ഉണ്ടായിരുന്നു. യെശയ്യാവ് 9:3 അല്ലേ, നീ വർദ്ധിച്ചിട്ടില്ല ജാതി വർദ്ധിക്കുകയും നിന്റെ സന്നിധിയിൽ സന്തോഷിക്കുന്ന സന്തോഷം കൊയ്ത്തുകാരുടെ സന്തോഷം പോലെയും കൊള്ള പങ്കിടുമ്പോൾ ആനന്ദിക്കും പോലെയായിരുന്നു. പലരെയും ഹൃദയത്തിനകത്ത് ഇരുമ്പുണ്ട്, പാസ്റ്ററെ കൊള്ള കിട്ടുമോ? ഇവിടെ അതിൻ്റെ അടുത്തുകൊണ്ട് ഞങ്ങൾ പോയിട്ടില്ല. ശത്രു നിങ്ങൾ അപകരിച്ചെടുത്ത നന്മയെ, ആമേ ഹല്ലേലൂയ, നിങ്ങളെ നന്മയെ ദൈവം മടക്കി തരുന്നതാണ് കൊള്ളയാറ്റി വരുന്നത്. ഹല്ലേലൂയ. ഇന്നത് എത്ര ഒരു പ്രാപിച്ചു? 31 ഉള്ളൂ. ഞാൻ പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവമക്കളെ ഞാൻ പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. ഈ വാഗ്ദത്ത വചനം ഞാൻ പ്രാപിക്കുന്നു. ഇന്ന് അതിൻ്റെ ഒരു സാക്ഷിയാണ് ഇവിടെ നിന്ന് പൊട്ടിച്ചത്. ഹല്ലേലൂയ. ഈ വാഗ്ദത്ത വചനം പറയുമ്പോൾ ഞാൻ വിശ്വസിച്ചു, ഞാൻ എൻ്റെ തലയിൽ ബ്ലെസ് ചെയ്തു. കർത്താവ്, ഇത് സംഭവിക്കണം, ഇത് സംഭവിക്കേണ്ട കാര്യമാണ്. നിങ്ങൾ പറയണം. ഹല്ലേലൂയ. എന്ന് വെച്ചാൽ ഇതിനകത്ത് ഒരു അവിശ്വാസം കിടക്കുമ്പോഴാണ് അനുഗ്രഹം പ്രാപിക്കാതെ ബാലന്റെ അപ്പൻ നിലവിളിച്ചു, കർത്താവേ ഞാൻ വിശ്വസിക്കുന്നുണ്ട്, എന്നാൽ എൻ്റെ അവിശ്വാസത്തെ ഇത് പുറത്താക്കണം. അവിശ്വാസം കിടന്നപ്പോ വിശ്വാസവും അവിശ്വാസവും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റൂല. ഒരിക്കലും നീ ഉറങ്ങുമ്പോൾ അവിശ്വാസവും വിശ്വാസവും ഒരുമിച്ച് ഉറങ്ങുമോ? ഉറങ്ങരുത്. അല്ല ചുമ്മാ അവിശ്വാസം കണ്ടിട്ട് നാളെയും കട്ട പുക തന്നെ, നാളെയും കഷ്ടത തന്നെയാണ്, ഇതിനെക്കാളും ഗതിയുടെ നാളെ ആയിരിക്കും. ഇത് പ്രാർത്ഥിച്ചിട്ട് അടുത്ത മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ സംഭവിക്കും. പറയുന്ന കാര്യം അവിശ്വാസത്തിലാണ് പറയുന്നത്. പക്ഷെ നീ വിശ്വാസത്തിൽ പറ. നീ പറയുന്ന ആരെടുത്താ? യേശുവിന്റെ അടുത്താണ് പറയുന്നത്. നിന്റെ വിശ്വാസത്തിന്റെ മേൽ എന്ത് പ്രശ്നം വന്നാലും എന്നെ സഹായിക്കാൻ യേശു ഉണ്ട്. എന്റെ കൂടെ നിനക്ക് ആരുണ്ട്? യേശു ഉണ്ട്. നിനക്കൊരു പ്രശ്നം വന്നാൽ യേശു കൂടെയുണ്ട്. ആമേ. ഇപ്പൊ സംശയം, നിങ്ങളുടെ മകന്റെ കല്യാണം, മകളുടെ കല്യാണം ദൈവഹിതപ്രകാരമായിരിക്കണം. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ അതിന് ഒരു കോട്ടം വരത്തില്ല. ദൈവഹിതപ്രകാരം പേടിക്കണോ? പേടിക്കണ്ട. ഇത് ദൈവഹിതപരമായി ആയതുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല. നമ്മൾ ഏത് കാര്യം, രോഗമാണ് നിങ്ങളുടെ ശരീരത്തിൽ കിടക്കുന്നത്, ഇന്ന് രോഗമുള്ള ഒരു വ്യക്തിയോട് ഡോക്ടർ പച്ചയ്ക്കാണ് പറയുന്നത്, മുഖത്ത് നോക്കി പറയുന്നത്, നിനക്ക് പ്രശ്നമുണ്ട്, നിന്റെ കിഡ്നിക്ക് പ്രശ്നമുണ്ട്, നിന്റെ കാലിന് പ്രശ്നമുണ്ട്, നിന്റെ അവയവത്തിനകത്ത് മൊത്തം മുഴയാണ്, മുഴയില്ലാതെ എവിടെ ഇരിക്കുന്നു? കംപ്ലീറ്റ് മുഴയാണ്. ഇപ്പൊ റോട്ടിൽ കിടന്ന കല്ലെല്ലാം കയറി ശരീരത്താണ് ഇരിക്കുന്നതാണ് തെളിവ്. അല്ലല്ല, ഇതൊക്കെ മനസ്സിൽ വിചാരിക്കും, അയ്യോ മൊത്തത്തിലേ മുഴ, അവിടെയും മുഴ, ഇവിടെയും മുഴ, ഇതെല്ലാം മുഴ. കാര്യം എന്താണ്? നിന്റെ ശരീരം നിർമ്മിച്ച ദൈവത്തിന് അറിയാം. എന്ത് വന്നാലും വലിച്ചെറിയുക എന്റെ ദൈവത്തിന് കഴിയും. മുഴകളെ വേരോടെ പിഴുതെറിയുക യേശുവിന് കഴിയും. ഹല്ലേലൂയ. നിന്റെ അവിശ്വാസത്തെ നീ വേരോടെ മാറ്റണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവേ, ഞാൻ എന്റെ അവിശ്വാസം, നിങ്ങളുടെ ഹൃദയത്തിന് അവിശ്വാസം ഇന്ന് പകൽക്കാലം അത് മാറ്റുവാൻ തയ്യാറാണോ? എന്നിട്ട് നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുക, എന്നിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങ്, എന്നിട്ട് ദൈവത്തെ സ്തുതിക്കാൻ നോക്ക്. ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യാൻ പോവുകയാണ്. എന്നാറേ പുരുഷാരവം ഇത് പറഞ്ഞപ്പോൾ പുരുഷ ഓടി കൂടുന്നതും യേശു കണ്ടിട്ട് അശുദ്ധാത്മാവിനെ ശാസിച്ചു. ഊമനും ചെകിടനുമായ ആത്മാവേ, ഇവനെ വിട്ടുപോ, ഇനി അവനിൽ കടക്കരുതെന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു. ഇതാ പറഞ്ഞ സമയത്ത് കർത്താവ് ചിലതിനെ ശാസിക്കുകയാണ്. ആമേ. അശുദ്ധാത്മാ പിടിച്ചതിനെ, ഇന്ന് അശുദ്ധാത്മാ പിടിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വചനം കേൾക്കുമ്പോൾ യേശുവിന്റെ നാമത്തിൽ പറ, ഇത് യേശുവിന്റെ നാമത്തിൽ അശുദ്ധാത്മാ പിടിച്ചതിനെ യേശു ശാസിക്കുന്നുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ. ചെകിടനായും ആത്മാവേ, ചെകിടനെ കേട്ടിടത്തിന് അശുദ്ധാത്മാ പിടിച്ചിരിക്കുന്നു.
ഇവനെ വിട്ടുപോകുവാൻ ഇനി അവരിൽ കടക്കരുതെന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു. യേശു പറഞ്ഞിട്ട് പുറത്താക്കിയിട്ട് പറഞ്ഞു, ഇനി അവരെ തുടരുത്. അത് നമ്മൾ വാങ്ങണം. രോഗം പുറത്താക്കിയിട്ട് പറഞ്ഞു, യേശു പറഞ്ഞു ഇനി തുടരുതെന്ന് പറയും. യേശുവിന്റെ രക്തം കൊണ്ട് മുദ്രയിടണം. അല്ലെങ്കിൽ കൂടെ കൂടെ വരും. യേശു പുറത്താക്കിയിട്ട് പറഞ്ഞു, മേലെ തൊട്ടു പോവരുത്, അശുദ്ധാത്മാവേ. തൊടാതിരിക്കണമെങ്കിൽ യേശുവിന്റെ കൂടെ ഇരിക്കണം. ആമേ, മനസ്സിലാവുന്നുണ്ടോ? ഇന്ന് സൗഖ്യം എടുത്തിട്ട് നാളെ വേറെ അടുത്ത് ചെന്നിരുന്ന കൂടും പ്രശ്നം. യേശുവിനോട് ചേർന്നിരിക്കണം. അതാ പറഞ്ഞത്, നീ എന്റെ അടുത്ത് ചേർന്നിരുന്ന നിന്നെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവമുണ്ട്. ശത്രു തൊടത്തില്ല. ഒരു അശുദ്ധാത്മാവിനും യേശുവിന്റെ അടുത്തിരിക്കുന്നത് തൊടാൻ പറ്റത്തില്ല. പക്ഷെ അങ്ങനെ വന്നാലും ദൈവം പുറത്താക്കും. ഹല്ലേലൂയ. ഇന്ന് പ്രശ്നങ്ങൾ എവിടെയൊക്കെ കൂടുന്നുണ്ടോ നിങ്ങൾ പറയണേ, കർത്താവേ എൻ്റെ പ്രശ്നം പൂർണ്ണമായി മാറ്റിത്തരണം. ഞാൻ നിന്റെ പൂർണ്ണമായി ഇഷ്ടം ചെയ്യാൻ തയ്യാറാവണം. ദൈവത്തിന് ഇഷ്ടം ചെയ്യാൻ തയ്യാറായിക്കോളണം. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഇഷ്ടങ്ങൾ നടക്കാത്തതുകൊണ്ടാണ് കൂടെ കൂടെ പ്രശ്നങ്ങൾ കൂടുന്നത്. ദൈവവിളിയുണ്ട്, ദൈവവിളിയുണ്ട്, ദൈവ തെരഞ്ഞെടുപ്പുണ്ട്, ദൈവത്തിന്റെ പദ്ധതി ഉണ്ട്. ഇന്ന് പ്രശ്നം മാറി മാറി കിടക്കുന്നുണ്ടെങ്കിൽ മാറാത്തത്, ആമേ ഹല്ലേലൂയ, എവിടേക്ക് എന്തൊക്കെയോ കിടക്കുന്ന ആ പ്രശ്നങ്ങളെ മാറ്റുവാൻ ഇന്ന് ദൈവസേനകൾ പ്രാർത്ഥിക്കുക. ഞാൻ ദൈവസേനയിൽ പൂർണ്ണമായി നിങ്ങൾ സമർപ്പിച്ചു കൊടുക്കുക. ദൈവം നിങ്ങളുടെ മേൽ അത്ഭുതം ചെയ്യുവാനിടവര്. ഹല്ലേലൂയ. ഫിലിപ്പിയർ ലേഖനം 2:13 ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും നിങ്ങളിൽ ദൈവമല്ലോ തിരുവുള്ളം ഉണ്ടായിട്ട് പ്രവർത്തിക്കുന്നത്. മതി. ഫിലിപ്പിയർ ലേഖനം 13 ഇച്ഛിക്കുക എന്നത് പ്രവർത്തിക്കുക എന്ന നിങ്ങളിൽ ദൈവമല്ലോ തിരുവുള്ളം ഉണ്ടായത്. നിങ്ങൾ ഇച്ഛിക്കുന്നത്, നിങ്ങൾ പറയുന്ന കാര്യം പ്രവർത്തിക്കുക. മനസ്സിനകത്ത് പറയുന്ന കാര്യം, ഇന്ന് ഞാൻ ഇതിനകത്തൊന്നൊരു വിടുതലെടുക്കുമെന്ന് പറയുന്ന ഇച്ഛിക്കുന്നത്, ദൈവസന്നിധിയിൽ വരുമ്പോൾ നിങ്ങൾ ഇച്ഛിക്കണം മനസ്സുകൊണ്ട്, ഞാനൊരു വിടുതലെടുക്കും. അത് പറയുക മാത്രമല്ല, പ്രവർത്തിക്കുക. നിങ്ങളിൽ പ്രവർത്തിക്കുന്ന ആരാണ്? ദൈവമാണ്. തിരുവുള്ളം പ്രവർത്തിക്കുന്നത്. നിങ്ങളുടെ മനസ്സിനകത്ത് കിടക്കുന്ന തീരുമാനത്തെ ഇന്ന് അതിനമേൽ ഒന്ന് എടുത്ത് ആ തീരുമാനത്തെ ഒന്ന് ഇച്ഛിക്കുന്നത് നിങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ എന്ന് നിങ്ങളിൽ ദൈവമല്ലോ. നിങ്ങൾ മനസ്സിൽ ആഗ്രഹങ്ങളെ, നിങ്ങളെ വിടുതലുകൾ, അത്ഭുതങ്ങൾ, ഞാനൊരു അത്ഭുതം എടുക്കുമെന്ന്. കർത്താവേ, ഞാൻ ഇന്നൊരു അത്ഭുതം എടുക്കും. നിങ്ങൾ ഇന്നലെ പോലെ ആയിരിക്കത്തില്ല. ആരും പറയുന്നു, നിങ്ങൾ ഇന്നലെ പോലെ ഇന്നലത്തെ റിസൾട്ട് എല്ലാം മാറ്റിവേ. നിങ്ങൾ ഷുഗറിൽ ഇന്നലത്തെ റിസൾട്ടൊക്കെ ഇന്നലെ 1000, 500, 800 ആയിരുന്നു. അത് വെച്ചുകൊണ്ട് ഇതിനകത്ത് നോക്കിയിരിക്കരുത്. ഇത് പറയുമ്പോൾ ചിലർ ഷുഗറിൻ്റെ റിസൾട്ട് വെച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അയ്യോ, ഇന്നലെ പെയ്യപ്പോൾ ലാബിൽ പെയ്യപ്പോൾ 500, 400, 300 കൂടെ കൂടെ കാലിലോട്ട് നോക്കുന്നുണ്ട്. നീരും ഉണ്ട്, ഇവിടെ വേദനയും ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. പക്ഷെ ഹൃദയത്തിനകത്ത് എല്ലാം ഉണ്ടെങ്കിൽ ഹൃദയത്തിനകത്ത് യേശുവിന്റെ വചനമുണ്ട്. ഇതിനകത്ത് നിന്റെ പുറത്തിരിക്കുമ്പോ നിന്റെ ഹൃദയത്തിനകത്ത് എടുക്കുന്ന തീരുമാനത്തെ പറ. നിങ്ങൾക്ക് ദൈവമാണ് പ്രവർത്തിക്കുന്നത്. ആമേ ഹല്ലേലൂയ. അതാ ഇച്ഛിക്കുന്നതെന്നും പ്രവർത്തിക്കുന്നതും നിങ്ങളിൽ ദൈവമല്ലോ തിരുവുള്ളം ഉണ്ടായത്. മാർക്കോസ് 11:23 ആരെങ്കിലും തന്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് നീ നീങ്ങി കടലിൽ ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ആരെങ്കിലും തൻ്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കും. നിങ്ങളുടെ കൈ വെച്ചിട്ട് പറയണം, മലയ്ക്കകത്തിടക്കും പോലെ പ്രശ്നമാണ് ഇന്ന് വയറ്റിനകത്തിടുന്ന പ്രശ്നങ്ങൾ, നിങ്ങളുടെ ശരീരത്തിടുന്ന പ്രശ്നങ്ങൾ. ഹല്ലേലൂയ, ആമേൻ. ഇത് സംശയിക്കരുത്, വിശ്വാസത്തോടെ കൽപ്പിക്കാൻ പോണം. നിങ്ങൾ വിശ്വാസത്തോടെ പറയണം, യേശുവിന്റെ നാമത്തിൽ വിട്ടു മാറാൻ പറഞ്ഞാൽ മാറും. അതാ സംശയിക്കരുത്. ആരെങ്കിലും തൻ്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കും. ഈ പറയുന്നവർക്ക് അത്രയും നല്ലൊരു ഉറപ്പുണ്ടായിരിക്കണം, അതിനെക്കുറിച്ചൊരു നല്ലൊരു ഒരു ബോധ്യമുണ്ടായിരിക്കണം. ആമേ ഹല്ലേലൂയ. പറയുന്നത് സംഭവിക്കും. നിങ്ങൾ പറയുന്നത് സംഭവിക്കും. കാരണം നീ ദൈവത്തിന്റെ പൈതലാണ്,
നീ ദൈവത്തിന്റെ മകനാണ്, മകളാണ്. കാര്യം എന്താ? നിന്റെ മേൽ ദൈവം നിന്ന് അധികാരം തന്നിട്ടുണ്ട്. പറയുന്ന സംഭവിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് നീങ്ങി കടലിൽ ചാടിപ്പോകാന്ന് പറഞ്ഞാൽ അതുപോലെ സംഭവിക്കുമെന്ന് ഞാൻ സത്യമായിട്ടും നിങ്ങളോട് പറയുന്നു. മലയോടാണ് ഉപമിച്ചത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളെ മുമ്പിൽ കിടക്കുന്ന പ്രശ്നത്തെ, നിങ്ങളുടെ കാഴ്ച കിടക്കുന്ന പ്രശ്നത്തെ, നിങ്ങളുടെ ശരീരത്തിൽ കിടക്കുന്ന പ്രശ്നത്തെ നിങ്ങൾ ഇന്ന് കൽപ്പിക്കാൻ തയ്യാറാകണം. ആമേ ഹല്ലേലൂയ. കൽപ്പിക്കാൻ തയ്യാറായാൽ ദൈവ പ്രവൃത്തി ഇന്ന് വെളിപ്പെടും. ദൈവ പ്രവൃത്തി വെളിപ്പെടും. ഹല്ലേലൂയ. ഇന്നൊരു ദൈവ പ്രവൃത്തിക്ക് ആമേ തയ്യാറാകത്തക്ക വണ്ണം സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു വീര്യ പ്രവൃത്തി ചെയ്യുവാൻ ദൈവം ആമേ ചെയ്യുവാൻ ആഗ്രഹിക്കുമ്പോ നീ ചിലത് പറയണോ, ചിലത് കൽപ്പിക്കണോ. സ്വർഗം നിന്റെ മേലൊരു അത്ഭുതം ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യാണ്. നിന്റെ പ്രശ്നം വിശ്വാസത്തോടെ കൽപ്പിക്കണം. ശരീരത്തോട് പറ, ഈ മലയോട് ചാടിപ്പോകുവാൻ, കടലിൽ ചാടിപ്പോകാൻ പറ സംഭവിക്കുമെന്ന് തിരുവചനം പറയുന്നുണ്ട്. തിരുവചനം ഇങ്ങനെ പറയുന്നു, ഈ മലയോട് ചാടി കടലിനോട് പോകുവാൻ കർത്താവെ തിരുവചനം പറയുന്നുണ്ട്. ഇത് ഞാൻ വിശ്വസിക്കുന്നു. ഈ വിശ്വാസത്തോടെ ഞാൻ പറയുന്നു, എന്റെ ശരീരത്തിൽ കിടക്കുന്ന രോഗബാധകളെ ചാടിപ്പോകുവാൻ ഞാൻ കൽപ്പിക്കുന്നു. ഇതാ പോയിന്റ്, ഇതാ പോയിന്റ്. ഹല്ലേലൂയ. നിങ്ങൾ വിശ്വാസം മലയോട് ചാടിപ്പോകുവാൻ. ഇവിടെ മലയിലെ പ്രശ്നം ഒരുപാട് പ്രശ്നമാണ്, അല്ലെ? കുന്നിൽ കിടക്കുന്ന പ്രശ്നം ഒരുപാടാണ്. പർവ്വതത്തിന്റെ പ്രശ്നം വലിയ പ്രശ്നമാണ്. ഈ വലിയ പ്രശ്നം പോലും നിങ്ങളുടെ ശരീരത്തില്ല. ഇല്ല. ഉണ്ടോ? മല പോലുള്ള പ്രശ്നം ഉണ്ടോ? പർവ്വതം പോലത്തെ പ്രശ്നം ഉണ്ടോ? ഇല്ല. ചില പ്രശ്നങ്ങൾ എവിടെയൊക്കെ ഉണ്ടെന്നാൽ ഇന്ന് ആ വിശ്വാസത്തെ, മല പോലുള്ള വലിയ വിശ്വാസത്തെ, ഉയരങ്ങളുള്ള വിശ്വാസത്തെ നീ എടുത്ത് വിശ്വാസത്തോടെ കൈവച്ച് അല്ലെ കൈ നീട്ടുമെങ്കിൽ മോശ വടി നീട്ടി പറഞ്ഞതുപോലെ അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോവുകയാണ്. നിങ്ങൾ കൽപ്പിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിന്റെ മേൽ ബാധിച്ചിരിക്കുന്ന ബാധ, രോഗത്തിന്റെ ബാധ എന്ന് ചാടിപ്പോകും. നിങ്ങളെ വിട്ടുപോകാൻ പോവുകയാണ്. പക്ഷെ പറയുമ്പോൾ അതിനകത്തുനിന്നുണ്ടായിരിക്കണം ഒരു വിശ്വാസം ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. നിങ്ങൾ നിരന്തരമായി പറഞ്ഞു നോക്ക്. യേശുവിന്റെ നാമത്തിൽ ചിലപ്പോൾ ഒരിക്കൽ പറഞ്ഞില്ല, പോയില്ല. 2 പറഞ്ഞു, പോയില്ല. ചില 100 പറഞ്ഞു, പോയില്ല. 1000 പ്രാവശ്യം പറഞ്ഞു, പോയില്ല. 1000 പ്രാവശ്യം പറഞ്ഞിട്ട് പറയും, ഇനി എന്തായാലും പോവില്ല, ഇനി ഞാൻ പോവാം അവിടെ നിന്ന് എന്നും പറഞ്ഞ് പോവരുത്. ചിലപ്പോൾ ദൈവം നോക്കും. അബ്രഹാമിന്റെ ജീവിതത്തിൽ സക്ക സമയത്ത് തലമുറ കിട്ടിയില്ല. എത്ര വയസ്സായവരെ കാത്തിരുന്നു? 100 പ്രാവശ്യം വരെ കാത്തു വെയിറ്റ് ചെയ്തിരുന്നു. ചിലത് വെയിറ്റ് ചെയ്യണം. പ്രാർത്ഥിച്ചിട്ട് കൽപ്പിച്ചിട്ട് മാറിയില്ലെങ്കിലും നിനക്കൊരു വിശ്വാസമുണ്ട്, ഇന്നല്ലെങ്കിൽ നാളെ മാറിപ്പോകുമെന്ന്. ഇത് ചാടിപ്പോകും കുഞ്ഞെ. നിന്നെ അലട്ടുന്ന പ്രശ്നം ചാടിപ്പോകും. നിന്നെ അലട്ടുന്ന പ്രശ്നം ചാടിപ്പോകും. ഇത് ചാടിപ്പോകും. കാര്യം എന്താണ്? നീ കൽപ്പിക്കുന്നത് പോലെയാണ്. ചിലപ്പോ ഇന്ന് സംഭവിക്കാം, ചിലപ്പോൾ നാളെ സംഭവിക്കാം, ചിലപ്പോൾ അടുത്ത ആഴ്ച സംഭവിക്കാം. പറയുന്ന പവർ അനുസരിച്ചായിരിക്കും വിടുതൽ നടക്കുന്നത്. ഞാൻ പറയും, കർത്താവ് എനിക്കിന്നൊരു വിടുതൽ തല്ലാതെ ഞാൻ പോകത്തില്ല. പ്രാർത്ഥനയിൽ മൽപിടിച്ചതല്ല, യാക്കോബ് ഒരു പിടുത്തം പിടിച്ചാൽ പിടിക്കുമെങ്കിൽ ഇന്ന് തന്നെ കൊണ്ടുപോവാം. എനിക്കിന്നൊരു വിടുതൽ തരാൻ ഞാൻ അവിടെ പോകത്തില്ല. ഞാൻ അവിടെ നിലവിളിക്കാൻ പോവുകയാണ്. ഒരു നിലവിളിയും പ്രാർത്ഥനയും ഉണ്ടെങ്കിൽ ചില നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റുമോ? നിങ്ങളുടെ സ്ഥിതിയെ മാറ്റാൻ പറ്റുമോ? ചില മലകൾ പോലത്തെ വിഷയങ്ങള്, മല പോലത്തെ വിഷയം, ചില കടഭാരങ്ങള്, കടഭാരങ്ങൾ 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 24 അവസാനിക്കുമ്പോ 25 വരുമ്പോ നിങ്ങൾ പറയണം, 24 കടം കൊണ്ട് 25 കയറരുത്. 24 വായ്പകൾ വാങ്ങിച്ചു, പലിശക്കൊക്കെ എടുത്തു, ഉടനൊക്കെ എടുത്തു. ഇനി വാങ്ങരുത്, വാങ്ങരുത്. ഹല്ലേലൂയ. ഇനി ആരെങ്കിലും ഫ്രീ ആയിട്ട് തരാൻ വേണമെങ്കിൽ മാത്രമേ വാങ്ങാവൂ. അല്ലാത്ത പക്ഷം വാങ്ങിയാലും കൊടുക്കാനുള്ളൊരു നിധി ഉണ്ടെങ്കിൽ വാങ്ങുക. ഒന്നും കാണാതെ വാങ്ങിച്ചാൽ നമ്മൾ ഒന്നും ഇല്ലാതായി പോകും. ഒന്നും കാണാതെ വാങ്ങിച്ചാൽ നമ്മൾ എന്തായിത്തീരും? ഒന്നുമല്ലാത്ത വ്യക്തിയായി തീരും. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, 24 കടം, 24 കടവും കൊണ്ട് 25 കയറോ?
അങ്ങനെ കയറുന്നവരാരാണ്? ഒരു ഹല്ലേലൂയ പറഞ്ഞോട്ടെ. എവിടെയെങ്കിലും സെറ്റിൽ ചെയ്യണേ, സെറ്റിൽ ചെയ്തോളണേ. എവിടെയൊക്കെ ഈ മാസം 30 മുമ്പേ സെറ്റിൽ ചെയ്തോളണം. ഹല്ലേലൂയ. ദൈവത്തോട് പ്രാർത്ഥിച്ചോ. ഇതെല്ലാം ദൈവം മാറ്റി തരുന്നത് ദൈവത്തോട് പ്രാർത്ഥിക്കുമെങ്കിൽ ആമേ മലയോടുള്ള പ്രശ്നം, കുന്നുപോലത്തെ പ്രശ്നത്തെ മാറ്റുവാൻ കടഭാരം കയറി, കടം ആ വലിയ ഭാരം ഇത് അനുഭവിക്കുന്നതിനകത്തുണ്ട്. ഒരുപാടുണ്ട് കടഭാരം അനുഭവിക്കുന്ന ഒരുപാട് സഹോദരന്മാരുണ്ട്. നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിര്. നിങ്ങൾ കർത്താവിനോട് പറയുമെങ്കിൽ ചില കടഭാരങ്ങളെ മാറ്റുവാൻ പറ്റും. ദൈവത്തിനെ സഹായിക്കാൻ ചില വഴികൾ നിങ്ങൾക്ക് വേണ്ടി തുറക്കും. കൊടുക്കാനുള്ള വഴി ആര് തരും? ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറന്നു തരാൻ പോകുകയാണ്. നിങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുകയും പ്രാപിക്കുകയും ചെയ്യുക. നിങ്ങളുടെ കടഭാരങ്ങളെ, രോഗം മാത്രമല്ല നിങ്ങളെ സകല വിഷയം മാറും. 25-ൽ 24 തീരേണ്ട പ്രശ്നം തീരണം. ഞാൻ ഇന്ന് പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞു, കർത്താവേ വീടൊക്കെ പൂർത്തീകരണം ആയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ആത്മാവിൽ പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞു, ഈ വർഷം ചില വീടുകൾ പ്രതിഷ്ഠകൾ തീരണം. പണിതുകൊണ്ട് പൂർത്തീകരിക്കുന്ന വീടുകളെല്ലാം ഈ മാസം 30 മുമ്പ് പ്രതിഷ്ഠ നടക്കണം. ഹല്ലേലൂയ. അത് അടുത്ത വർഷത്തേക്ക് വെക്കരുത്. ഈ വർഷം തീരേണ്ട കാര്യങ്ങൾ ഈ വർഷം തന്നെ പണി തീരണം. നിങ്ങൾ കൽപ്പിക്കണം, യേശുവിന്റെ നാമത്തിൽ ഇതിന്റെ പണി തീരും. ഇന്ന് നിങ്ങൾ ദൈവത്തോട് പറയണം, എന്റെ ബാധ്യതകൾ ഈ വർഷം തീരാൻ പോകുന്നു. എന്റെ ബാധ്യതകള് ഈ വർഷം യേശു തീർക്കുന്നുണ്ട് എന്ന് പറയുമ്പോഴും ചിലർക്കൊരു അവിശ്വാസം കിടക്കണം. കർത്താവെ കൊണ്ടുതരാൻ ആരുമില്ല. ഭർത്താവാണെങ്കിൽ 24 മണിക്കൂറും വെള്ളത്തിലുമല്ല കരയിലുമല്ല. മക്കളെ കാര്യമാണെങ്കിൽ പറയണ്ട, പിന്നെ എൻ്റെ കാര്യവും പറയണ്ട, നാട്ടുകാരും പറയണ്ട. നമ്മളെ ചിന്ത നാട്ടുകാരും മക്കളിലാണ്. പക്ഷെ യേശുവിലോട്ടില്ല. ചില അടഞ്ഞ വഴികൾ നിനക്ക് വേണ്ടി തുറക്കുന്നത് കാണുന്നില്ല. നിന്റെ റൂമിനകത്ത് ഇറങ്ങുന്ന രഹസ്യത്തിൽ ചോദിച്ച മറുപടിയില്ലേ? ചില വിടുതലുകൾ നമുക്കറിയാൻ പറ്റുന്നില്ല ദൈവം ഏത് രീതി ചെയ്യുമെന്ന്. അതാ ഇവിടെ പറയുന്നത്, നീ വിശ്വാസത്തോടെ ചിലത് കൽപ്പിക്കുമെങ്കിൽ ചിലത് നിനക്ക് വേണ്ടി നീ പിടിച്ചെടുക്കാം. ഞാൻ ഇതിനകത്ത് കൊണ്ട് നിങ്ങളോട് പറയുന്നു, ഇന്ന് നിങ്ങൾ വിശ്വാസത്തോട് കൽപ്പിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ദൈവം തരാൻ പോകുകയാണ്. അത് കിട്ടും എന്ന് വിശ്വാസമുള്ളവരൊന്ന് സ്തോത്രം പറഞ്ഞേ. ഞാൻ സ്തോത്രം എന്ന്. ഹല്ലേലൂയ, 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 ആമേൻ. റോമർ ലേഖനം 12:3 ഭവിക്കേണ്ടതിന് മീതെ ഭവിച്ചു വരാതെ ദൈവം അവനവന് വിശ്വാസത്തിന്റെ അളവ് പങ്കിട്ടതുപോലെ സുബോധമാവണ്ണം ഭവിക്കണമെന്ന് ഞാൻ എനിക്ക് ലഭിച്ച കൃപയാൽ നിങ്ങളിൽ ഓരോരുത്തരോടും പറയുന്നു. ആമേൻ, ഹല്ലേലൂയ. ഭവിക്കേണ്ടതിന് മീതെ ഭവിച്ചു വരാതെ ദൈവം അവനെ വന്നു വിശ്വാസത്തിന്റെ അളവ് പങ്കിട്ടതുപോലെ സുബോധമാക്കുവണ്ണം ഭവിക്കണമെന്ന് ഞാൻ എനിക്ക് ലഭിച്ച കൃപയാൽ നിങ്ങളിൽ ഓരോരുത്തരോട് പറയുന്നു. പൗലോസ് റോമസഭയോട് വ്യക്തമായി പറയുന്നു, ഭവിക്കണമെന്ന് നമ്മുടെ മേൽ വ്യാപരിക്കുന്ന സാന്നിധ്യം, വിശ്വാസത്തിൻ്റെ അളവ് പങ്കിടുന്ന പോലെ സുബോധവണ്ണം ഭവിക്കേണ്ടതിന് എനിക്ക് ലഭിച്ച കൃപ നിങ്ങളിൽ ഓരോരുത്തർ. എന്ന് വെച്ചാൽ പൗലോസിന് കിട്ടിയ കൃപയ്ക്ക് അനുസരിച്ച് അത് നിങ്ങൾക്കും ഞാൻ തരികയാണ്. അല്ലെങ്കിൽ നിങ്ങൾക്കത് വ്യാപരിക്കണം. സുബോധത്തിൻ്റെ ആത്മാവ്, നിങ്ങൾക്കൊരു സുബോധമുണ്ടാവണം. ഹല്ലേലൂയ. നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുന്നത്, എനിക്കിരിക്കുമ്പോൾ ഒരു അനുഗ്രഹം കിട്ടുമെന്നൊരു സുബോധം ഉണ്ടാവണം. ഇതിനകത്തിരിക്കുമ്പോൾ ഞാൻ നന്നായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനകത്തിരിക്കുമ്പോൾ എന്ത് ചെയ്യണം? നന്നായിക്കൊണ്ടിരിക്കുകയാണ്. ദൈവം പണിതുകൊണ്ടിരിക്കുകയാണ്. ആമേ, ഹല്ലേലൂയ. അതുകൊണ്ട് ഭവിക്കേണ്ടതിന് അതിൻ്റെ മീതെ ഭവിച്ചു വരാതെ ദൈവം അവനെ വന്ന് വിശ്വാസത്തിൻ്റെ അളവ് പങ്കിടുന്ന പോലെ സുമോഹത്തിൻ്റെ വാക്കുവണ്ണം ഭവിക്കണമെന്ന് ഞാൻ എനിക്ക് ലഭിച്ച കൃപയാൽ നിങ്ങൾ ഓരോരുത്തരോട് പറയുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എബ്രായർ 12:2 വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കുക. തൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷമോർത്ത് അവന് അപമാനം അലക്ഷ്യമായി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുകയും ചെയ്യുന്നു. ആമേൻ, ഹല്ലേലൂയ. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തനുമായ നമ്മുടെ യേശുവിനെ നോക്കുക. വിശ്വാസത്തിന്റെ നായകൻ ആരാ? കർത്താവായ യേശു ക്രിസ്തു. പക്ഷെ പൂർത്തി വരുത്തനുമായ അത് പൂർത്തീകരിക്കും.
ആയ യേശുവിനെ നോക്കണം. നിന്റെ നോട്ടം ആരിലായിരിക്കണം? വേറെ ആരിലും നോട്ടമാണോ? ഇന്ന് ആരെങ്കിലും നോട്ടം വെച്ചുകൊണ്ടാണ് ജീവിക്കണമെങ്കിൽ മനസ്സിലായ? വെട്ടി. ഇനി അവിടെ ചെന്നിട്ട് അവരെയൊക്കെ അനുഗ്രഹം കൊണ്ടാണ് നമുക്ക് രക്ഷപ്പെടാമെന്ന് പറഞ്ഞാൽ പോയി, കാര്യങ്ങളൊക്കെ ഇപ്പം പോയി. പക്ഷെ നമ്മുടെ നോട്ടം യേശുവിലോട്ടായിരിക്കണം. നിന്റെ നോട്ടം യേശുവിലായിരിക്കണം. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ നോട്ടം ആരിലായിരിക്കണം? ഹല്ലേലൂയ, യേശുവിൻ്റെ മുഖത്തേക്കായിരിക്കണം. അതാ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തിയുമായ യേശുവിനെ നീ നോക്കണം. നിങ്ങൾ യേശുവിനെ നോക്കിയ പോലെ യേശുവിൻ്റെ കൂടെ നടക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് നിന്റെ നോട്ടം തെറ്റാതിരിക്കണമെങ്കിൽ, ഇത് പറയുമ്പോൾ പത്രോസ് കടലിലേക്ക് യേശു നടന്ന സമയത്ത് പത്രോസ് പറഞ്ഞു നടക്കട്ടെ എന്ന്. പക്ഷെ ഓക്കെ എന്ന് പറഞ്ഞു. പക്ഷെ എൻ്റെ വിഷയമല്ല, എന്നാലും പറയുന്നു, ആ നോട്ടം യേശുവിൽ ഒരുമിച്ച് നടന്നപ്പോൾ യേശു നടക്കുന്നുണ്ട്, പത്രോസ് നടക്കുന്നുണ്ട്. എവിടെയാ? വെള്ളത്തിൻ്റെ മീതെ. പക്ഷേ അവർ രണ്ടുപേരും, എല്ലാ ശിഷ്യന്മാരുണ്ടായിട്ടും പത്രോസിന് മാത്രമേ ആ ചങ്കൂറ്റം കിട്ടിയുള്ളൂ. പത്രോസിന് മാത്രമേ വെള്ളത്തിൻ്റെ മീതെ, യേശു വെള്ളത്തിൻ്റെ മീതെ അത്ര നടന്നു വരിക. എവിടെയാ? കടലിൻ്റെ മീതെ നടന്നു വരുന്ന യേശുവിനെ കണ്ടപ്പോൾ പത്രോസിനൊരാഗ്രഹം, യേശു ചെയ്യും പോലെ എനിക്കൊന്ന് ചെയ്യണം, യേശു നടക്കും പോലെ എനിക്കൊന്ന് ചെയ്യണം. പക്ഷെ ആദ്യം അനുവാദം ആടെ ചോദിച്ചു? യേശുവിൻ്റെ അടുത്ത് ചോദിച്ചു. യേശു പറഞ്ഞു, ഞാൻ നിനക്ക് അനുവദിക്കുന്നു, നീ എൻ്റെ അടുത്ത് വാ. പരസ്പരം യേശു നടക്കുന്നുണ്ട്, പത്രോസ് നടക്കുന്നുണ്ട്. അവർ രണ്ടുപേരും അടുത്തടുത്ത് വരുമ്പോൾ പത്രോസിന് പെട്ടെന്നൊരു ചിന്ത വന്നു, ഞാൻ വെള്ളത്തിലാണല്ലോ നടക്കുന്നത് എന്നൊരു നോട്ടം, യേശുവിൻ്റെ നിന്നുള്ള നോട്ടം മാറിയപ്പോ താഴോട്ട് പോയി. മനസ്സിലാവുന്നുണ്ടോ? യേശു പറഞ്ഞിട്ട് ഇറങ്ങിയാൽ നീ നശിക്കത്തില്ല. യേശു പറഞ്ഞിട്ടാണ് ഇറങ്ങിയാൽ നീ മുങ്ങിപ്പോവില്ല. മുങ്ങേണ്ട അവസ്ഥ വന്നാലും നിനക്ക് കരം തരും. പക്ഷേ ഇവിടെ സംഭവിച്ചത്, ഒരു മനസ്സിനൊരു ഇടർച്ച വന്നു. പത്രോസ് പെട്ടെന്ന്, വെള്ളത്തിലാണല്ലോ ഞാൻ നടക്കുന്നത് എന്ന് കണ്ണിലൊരു പെട്ടെന്നൊരു മശകം വന്നു. യേശുവിന്റെ ദൃഷ്ടി പെട്ടെന്നങ്ങ് മാഞ്ഞു. പക്ഷെ ഒരുമിച്ച് യേശുവിനെ നോക്കി, നോട്ടം മാറാതെ യേശുവിന്റെ ദൃഷ്ടി നിന്റെ ദൃഷ്ടി ഒരുമിച്ചായി കഴിഞ്ഞാൽ നിനക്ക് ഒരുമിച്ച് നടന്നു കയറാൻ പറ്റും, ഒരുമിച്ച് നടന്നു എടുക്കാൻ പറ്റും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. എന്നാൽ ഇടയ്ക്ക് വെച്ച് പത്രോസ് അങ്ങ് വീണ സമയത്ത് യേശു പറഞ്ഞോ, നീ ഇവിടെ തന്നെ കേടാ, നിന്റെ വിശ്വാസം പോയല്ലോ, നീ വെള്ളത്തിൽ പോവേണ്ടെന്ന് തന്നെ, വെള്ളത്തിൽ തന്നെ പോവേണ്ടെന്ന് തന്നെ, അവിടെ നീ വെള്ളത്തിൻ്റെ അടിയിലിട്ട് പോ, ഞാൻ മീതെ നടന്നു പോവാം എന്ന് യേശു പറഞ്ഞോ? എൻ്റെ യേശു പറഞ്ഞില്ല. നിന്റെ ബലഹീന കുറവുകൾ അറിയാം. ഹല്ലേലൂയ, നിന്റെ ബലഹീന കുറവുകൾ അറിയാം എന്ന് അറിഞ്ഞു വെച്ചാലും യേശുവിനെ കൂടെ പരീക്ഷിക്കാൻ വേണ്ടി വെള്ളത്തിലോട്ട് ഇറങ്ങി കൂടെ നടക്കരുത്. ഇത് കേട്ടിട്ട് ആ ശംഖത്തോട് പോയിട്ട് യേശു നടന്നു വന്നിട്ടുണ്ടല്ലോ, ഞാനും ഇതാ വെള്ളത്തിൽ നടന്നു. അപ്പോൾ യേശു അവിടെ ഇല്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ ചില അവിശ്വാസങ്ങളാണ് അതാ നോട്ടം തെറ്റുമ്പോൾ നമുക്ക് കോട്ടം തെറ്റുന്നത്. ഹല്ലേലൂയ. എന്നാൽ താഴ്ന്ന സമയത്ത് യേശു ഒന്ന് കൈ കൊടുത്തു, പിടിച്ചു കയറ്റി. നീ എന്തിനാ അല്പമായി വിശ്വസിച്ചത്? അല്ലേ? കരം കൊടുത്തു. അതാ പറഞ്ഞത്, യേശുവിനെ നോക്കി നടന്നാൽ ഒരിക്കൽ നീ താണു പോകത്തില്ല, നിന്റെ ജീവിതം താഴത്തില്ല. യേശുവിൻ്റെ കൂടെയാണെങ്കിൽ നിന്റെ ജീവിതം ഒരിക്കലും പരാജയപ്പെടുത്തില്ല എന്ന് ഞാൻ ആത്മാവിൽ ദൂത് വിളിച്ച് പറയുകയാണ് ഈ സഭയോട്. ഈ 12ാം മാസത്തിൽ പറയുന്നു, നീ യേശുവിൻ്റെ കൂടെ ജീവിച്ചാൽ നിന്റെ ജീവിതം ഒരിക്കലും പരാജയമാകത്തില്ല എന്നും അത് അനുഗ്രഹമാക്കി മാറ്റുമെന്നും ദൈവാത്മാവിനോട് പറയുന്നു. നിങ്ങൾ ജീവിക്കണമെങ്കിൽ യേശുവിൻ്റെ കൂടെ ജീവിക്കണം. ദൈവ പൈതലേ, നീ ദൈവത്തെ അറിഞ്ഞതാ. എല്ലാവരെ പോലെയും നമുക്ക് മറ്റുള്ളവരെ പോലെ ഒന്നല്ല, മറ്റുള്ളവർ നമ്മളെ കൂടെ ഒന്നുമല്ല. നിങ്ങൾ ഇവിടെ വന്നു അല്ലെങ്കിൽ ഈ വചനം കേൾക്കുന്നവർ ദൈവത്തെ അറിഞ്ഞവരാ. അവർ ഇവിടെ നിന്ന വിശ്വാസി ദൈവത്തെ അറിഞ്ഞു. ദൈവത്തെ അറിഞ്ഞിട്ട്
വേറെ ലെവലിലോട്ട് പോയാൽ താണാലും ചിലപ്പോൾ പിടിക്കാൻ യേശു വരത്തില്ല. പത്രോസിനോടത്തെ അവസരം ചിലപ്പോൾ നമുക്ക് കിട്ടിയെന്ന് വരത്തില്ല. പത്രോസിൻ്റെ ഹൃദയമൊന്നും ഇവിടെ ആർക്കും ഇല്ല. ഉണ്ടോ? പത്രോസ് വന്ന് തെറ്റുമെന്ന് കുറ്റം ചെയ്തിട്ട് പോലും കരഞ്ഞ് നിലവിളിച്ച്, അത്രത്തോളം നിലവിളിച്ചു. നമുക്ക് നിലവിളിക്കാനും സമയമില്ല. ആ സമയം കൊണ്ട് നമ്മൾ 5 കിലോമീറ്റർ യാത്ര ചെയ്യും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ വിശ്വാസത്തിന് നായകനും പൂർത്തികരമായ യേശുവിനെ നോക്കണം. തൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷം ഓർത്ത് അവർ അപമാനം അലസ്യമാക്കാതെ ക്രൂസിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലതുഭാഗത്തിരിക്കുകയും ചെയ്തു. ഹല്ലേലൂയ. നിങ്ങളുടെ ദൃഷ്ടിയിൽ നിന്ന് മാറിപ്പോകാതെ ദൈവത്തിന്റെ കരം നിങ്ങളുടെ മുമ്പിൽ ഇറങ്ങി വരുന്ന ആ യേശുവിൻ്റെ മുമ്പിൽ സന്തോഷം. യേശു നിങ്ങൾക്ക് എന്ത് വെച്ചിട്ടുണ്ട്? കഷ്ടത മാത്രമല്ല, സന്തോഷവും വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ വന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ, ദൈവത്തെ പൂർണ്ണമായി സ്വീകരിക്കുമ്പോൾ എന്ത് കിട്ടും? സന്തോഷം കിട്ടും. നിങ്ങളുടെ മനസ്സിന്റെ ഭാരങ്ങളെ ദൈവം മാറിപ്പോകുകയാണ്. ഇന്നലെ വരെ വേദനയോടെ പ്രയാസത്തോടെ ആയിരിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പറ, ഞാൻ യേശുവിനെ സ്വീകരിക്കുന്ന മുഖാന്തരം, എൻ്റെ ഹൃദയത്തിനകത്ത് യേശുവിനെ സ്വീകരിക്കുന്ന മുഖാന്തരം നിങ്ങളുടെ ദുഃഖങ്ങൾ മാറിപ്പോകുകയാണ്. എൻ്റെ നോട്ടത്തിൽ നിന്ന് മാറിപ്പോകാതെ, എൻ്റെ ജീവിതത്തിൽ മാറിപ്പോകാതെ, എൻ്റെ ദൈവമേ നിന്റെ കരങ്ങളിൽ എന്നെ തന്നെ താഴ്ത്തി കൊടുത്ത് പൂർണ്ണമായി സമർപ്പിച്ചു കൊടുക്കുക. ഹല്ലേലൂയ. ഇന്ന് പറയുന്നത് സംഭവിക്കും, നിങ്ങൾ കൽപ്പിക്കുന്നത് സംഭവിക്കും. നിങ്ങൾ ഏത് വിഷയത്തിന്റെ മധ്യേ ഭാരപ്പെടുന്നോ ആ വിഷയത്തിന്റെ മേൽ നീ വിശ്വാസത്തോടെ പറയണം. എവിടെ നോക്കി? യേശുവിന്റെ മുഖത്ത് നോക്കി കൽപ്പിച്ചാൽ പലതും സംഭവിക്കാൻ പോവുകയാണ്. ചില വേദന അസാധ്യമായ വേദനയായിരിക്കാം, അല്ലെ? അസാധ്യമായ വേദനയാണ്. വേദന നടുവിലും അല്ലെ കടത്തിന്റെ മേൽ തലമേൽ കിടക്കുകയാണ്. എന്നാൽ ഒരു നേരം പോലെ ആഹാരം കഴിക്കുക നിവർത്തിയില്ലാതെ ആ കിടക്കുന്ന അനുഭവത്തിനോട് പറയുക, നീ യേശുവിനോട് പറയുമെങ്കിൽ, യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നുണ്ടെങ്കിൽ അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോവുകയാണ്. അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോവുകയാണ്. നിങ്ങളെ വീട്ടിൽ ചെന്നിട്ട് നിങ്ങൾ കൽപ്പിക്കണം. നിങ്ങൾ പ്രശ്നത്തെ നോക്കി കൽപ്പിക്കണം. നിങ്ങളെ മുമ്പിൽ കിടന്ന പ്രതികൂലത്തെ കൽപ്പിക്കണം. ഹല്ലേലൂയ. ആ അധികാരം ദൈവം, ആ അധികാരമാ ദൈവം നിങ്ങൾക്ക് തരാം. ശിഷ്യന്മാരോട് രഹസ്യത്തിൽ ചോദിച്ച, കർത്താവേ ഇത് ഞങ്ങൾക്ക് എന്തുകൊണ്ട് ചെയ്യാൻ പറ്റിയില്ല? നിന്റെ അല്പവിശ്വാസമാണ് ഒരു പരാജയത്തിന് കാരണമായത്. 24 നിങ്ങൾ രക്ഷപ്പെട്ടില്ല എങ്കിൽ 25 ഇരിക്കരുത്. ഹല്ലേലൂയ. അതിനോട് വെയിറ്റ് ചെയ്യരുത്. ഈ ദിവസം അവസാനിക്കുന്ന മുമ്പേ നിങ്ങൾ ജീവിതത്തിലേക്ക് വലിയ വിടുതലെടുക്കണം. 24 അവസാനിക്കുന്ന പറ, ഞാൻ വലിയ വിടുതലെടുക്കുന്നുണ്ട്. നിന്റെ ജീവിതം മാറും. ഓ റബനബ റിഗമന ശന്തന ബൗഡ. എന്റെ ജീവിതം മാറും, എന്റെ ജീവിതം മാറും, എന്റെ ജീവിതം മാറും. അസ്തല ബൗഡ റിഗമന. എന്റെ ജീവിതം മാറും. 24 അവസാനിക്കുന്ന മുമ്പേ, ഈ 31 അവസാനിക്കുന്ന മുമ്പേ എന്റെ ജീവിതം മാറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓ ഓ ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ റിബനബനദനബ റിഗമന ശംദല ബൗഡവ രാജപദീന രഗനെ വൈഡവ രാജപദീന രഗനെ അസ്തൽ പ്രൗഡവ രാജപദീന രഗന. എന്റെ ജീവിതം മാറും. ഞാൻ മാറാൻ പോകുന്നു. ഞാൻ മാറുന്നു. ഞാൻ ചേഞ്ച് ആകും. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ ഹൃദയത്തിന്റെ മേൽ, നിന്റെ ഹൃദയത്തിന്റെ മേൽ ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. ചില സംഭവിക്കുന്നു. ഈ 31 ഈ ഒരു മാസം അത്ഭുതത്തിന്റെ മാസമാണ്. ഈ മാസം അത്ഭുതത്തിന്റെ മാസമാണെന്ന് ആത്മാവ് വിളിച്ചു പറയുന്നു. ഡിസംബർ മാസം അത്ഭുതത്തിന്റെ മാസമാണ് ദൈവമക്കളെ. ഹല്ലേലൂയ. കരം പിടിച്ച് പറ, ഈ മാസം അത്ഭുതത്തിന്റെ മാസമാണ് ബ്രദറെ. ആ കരം പിടിച്ച് പറ, അത്ഭുതത്തിന്റെ മാസമാണ്. ഈ മാസം അത്ഭുതത്തിന്റെ മാസമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്ന മാസമാണ്. കരം അടിച്ച് പോരാ. ദൈവസഭ ഇത്രയും പോരാ. ഈ ഉണർവ് പോരാ. ഇതല്ല, ഇതിനപ്പുറമായി ഉണർവ് സംഭവിക്കട്ടെ. ഓ ഓ ഓ ഓ ശബരബരധനബരിഗമന അസ്തല ബൗഡവ രാജപദീന രഗന. ഒരു ഉണർവ് സംഭവിക്കട്ടെ. ശബബബ റിബബബ റിബലബ അഡമന ധനബര ശംദല ബൗഡവ. ഓ ഓ ഓ ഓ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
ആമേൻ, 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 ആമേൻ. ഈ 31-നകത്ത് ജീവിതങ്ങൾ ചേഞ്ച് ആവുന്നുണ്ടെന്ന് ആത്മാവിനോട് ദൂത് പറയുന്നുണ്ട്. ഇതിനകത്തിരിക്കുന്നവർ മാത്രമല്ല, ഈ ശബ്ദം കേൾക്കുന്ന ദൈവമക്കൾ പറയുന്നു, ഈ 31-നകത്ത് വെച്ച് നിങ്ങളുടെ ജീവിതത്തെ ചേഞ്ച് ആക്കുവാൻ ശ്രമിക്കുക. അതിനുവേണ്ടി പ്രയത്നിക്കുക, അതിനുവേണ്ടി വിശ്വാസത്തെ കൽപ്പിക്കുക. ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ദൈവം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. ഹല്ലേലൂയ. നിങ്ങളെ കുടുംബത്തെ കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ തലമുറയെ കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. അടുത്ത വർഷം നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങളെ കുടുംബത്തിലുള്ളവരുടെ ഒരുമിച്ച് വരാൻ പോവുകയാണ്. ആമേൻ, ഹല്ലേലൂയ. നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങളെ കുടുംബത്തിലുള്ളവരും ഇതിനകത്ത് ഒരുമിച്ച് വരുന്നുണ്ട്. ഇന്ന് ഒറ്റയ്ക്ക് വന്നിട്ട് പറയാ, നിങ്ങൾ ഒറ്റയ്ക്കാണ് വന്നിട്ടുണ്ടെങ്കിൽ 25-ല് നിങ്ങൾ കുടുംബമായിട്ട് ഒരുമിച്ച് വരും. ഒരുമിച്ച് 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 സ്ഥിതികളെ മാറ്റുന്നുണ്ട്, അവസ്ഥയ്ക്ക് മാറ്റം വരുന്നുണ്ട്. ഇത് പറയുമ്പോ ചേഞ്ച് ആവുവാൻ, എനിക്കൊന്ന് ചേഞ്ച് ആവണം കർത്താവേ. എന്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം ചെയ്താൽ ഞാൻ യേശുവിനെ കൂടെ നിൽക്കാമെന്ന് എത്ര പേര് പറയും? എന്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം ചെയ്താൽ ഞാൻ യേശുവിന്റെ കൂടെ നിൽക്കും എന്ന് പറയുന്നവരൊന്ന് സ്തോത്രം പറഞ്ഞേ. കരം ഉയർത്തിയനൊക്കെ ദൈവം കണ്ടിരിക്കുക. എല്ലാം ടിക്കറ്റ് വെക്കുക ദൈവം. എന്റെ ജീവിതത്തിൽ ഒരു വിടുതലായാൽ ഈ വിടുതല് അടുത്ത വിടുതലായിട്ട് കയറണം. ഒരു അത്ഭുതം കണ്ടാൽ അടുത്ത അത്ഭുതത്തിലേക്ക് നീ കാല് വയ്ക്കണം. എന്റെ കർത്താവ് ഒരു അത്ഭുതമല്ല ചെയ്യുന്നത്, അത്ഭുതത്തിന്റെ ദിവസങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത്. ഇന്നൊരു അത്ഭുതം, നാളെ ഒരു അത്ഭുതം, മറ്റൊന്നൊരു അത്ഭുതം. ആമേ, അത്ഭുതങ്ങൾ അത്ഭുതങ്ങള്. ഈ മാസം അത്ഭുതത്തിന്റെ ദിവസമാണ് ഞാൻ വിളിച്ചു പറയും. ഞാൻ പറയും എന്റെ ജീവിതം ഈ മാസം അത്ഭുതമാണ്. കാര്യം എന്താണ്? എനിക്ക് എവിടെയൊക്കെ മുടങ്ങിക്കിടക്കുന്ന എന്തൊക്കെ എന്റെ കയ്യിൽ വരുന്നുണ്ട്. എവിടെയൊക്കെ ശത്രു ബ്ലോക്ക് ചെയ്തെല്ലാം എന്റെ കയ്യിൽ വരുന്നുണ്ട്. ബ്ലോക്ക് ചെയ്തെല്ലാം. ആമേ, ഹല്ലേലൂയ. ഈ മാസം നിസ്സാരമായിട്ട് കാണരുത്. ഈ മാസത്തിനുള്ള വില കൊടുക്കണം. 12-ാം മാസത്തിന് വില കൊടുത്തേ പറ്റൂ. ഇതിന് നിങ്ങൾ വലുതായിട്ട് കാണണം. ആമേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേ, ഹല്ലേലൂയ. നീ വലുതായിട്ട് കാണുമെങ്കിൽ വലിയ ദൈവം നിനക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യും. എന്റെ ജീവിതത്തിൽ ഇതാ നിന്റെ ജീവിതം ദൈവം അത്ഭുതമാക്കി എണ്ണി 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 മാറ്റുന്നുണ്ട്. അത്ഭുതത്തിന്റെ ആമേ ടിക്കറ്റ് ആമേ, അത് മാറി 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 അത്ഭുതത്തിന്റെ ദിവസമായി മാറുന്നു. കാര്യം എന്താണ്? എന്റെ ശരീരം അത്ഭുതം കാണാൻ കൊതിക്കുന്നുണ്ട്. എന്റെ കാതുകൾ കൊതിക്കുന്നുണ്ട്. കണ്ണുകൾ കൊതിക്കുന്നുണ്ട്. ഇത് പറയുമ്പോ നിങ്ങൾ അലട്ടുന്ന ഭൂതങ്ങൾ, പൈശാചിക ബന്ധനങ്ങൾ അഴിയുക. നിങ്ങളുടെ ശരീരത്തിൽ വെല്ലുവിളിക്കുന്ന രോഗങ്ങളിൽ നിന്ന് പൈശാചിക ബന്ധനങ്ങളെ, ദുരാത്മാവിന്റെ ശക്തികളെ യേശുവിന്റെ നാമത്തിൽ ഞാൻ അതിന്റെ മേൽ ശാസിക്കുന്നു. അനുഗ്രഹത്തിനെതിരായി നിൽക്കുന്ന പൈശാചിക ശക്തികളെ നിങ്ങളെ തകർക്കുന്ന അനുഗ്രഹത്തിനെതിരായിട്ട് വിടാൻ കഴിയാതിരിക്കുന്ന ദുഷ്ടശക്തികളെ യേശുവിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുകയാണ് വിട്ടുപോകുവാൻ. ജനസ്വാതന്ത്ര്യമാകട്ടെ, ജനസ്വാതന്ത്ര്യമാകട്ടെ, ജനസ്വാതന്ത്ര്യമാകട്ടെ. ശമനവരിഗമന ധനവര വൈഡവരാജപദീന രഗരെ ഹസ്തല ബൗഡവരാജപദീന രഗരെ. ഹല്ലേലൂയ. സന്തോഷം ഓർത്തുകൊണ്ട്, ഹല്ലേലൂയ, സന്തോഷം ഓർത്തുകൊണ്ട് അവൻ അപമാനം അലസ്യമാക്കി ക്രൂസിനെ സഹിക്കുകയും ദൈവ സിംഹാസനത്തിന്റെ വലതു ഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. ഹല്ലേലൂയ. ഇതാ ക്രൂസിനെ സഹിക്കുക യേശു. ക്രൂസിനെ സഹിച്ചു. നമ്മൾ സഹിക്കണം. നീ 9-11 മാസം വരെ സഹിച്ചത് 12 മാസം വിടുതല. യേശു ക്രൂസിനെ സഹിച്ചത് കൊണ്ട് ഒരു വിടുതൽ വന്നു, ഒരു അത്ഭുതം നടന്നു.
ഈ 24 1-ാം മാസം മുതൽ 11-ാം മാസം വരെ സഹിച്ചതിനെ 12-ൽ ജയാളിയാക്കി മാറ്റിയ ദൈവം. ഓ, ഇത് പറയുമ്പോ എത്ര പേർക്ക് സന്തോഷമുണ്ട്, എത്ര പേർക്ക് സന്തോഷമുണ്ട്, എത്ര പേർക്ക് സന്തോഷമുണ്ട്. ദൈവസഭേ, നീ സഹിച്ചത് ഒരു വലിയ സന്തോഷത്തിനാണെന്ന്. ഒരു കഷ്ടത സഹിച്ചത്. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലതു ഭാഗത്തിരിക്കുകയും ചെയ്തു. ഒരു ക്രൂശിനെ സഹിച്ചത് കൊണ്ടാ പിതാവിന്റെ വലതു ഭാഗത്ത് ആരിരുന്നത്? യേശു ഇരുന്നത്. അങ്ങനെയാണെങ്കിൽ നീ ഒരു കഷ്ടത സഹിച്ച് ജയിച്ചാൽ നിന്റെ അടുത്ത് വലതു ഭാഗത്ത് ആര്? ഈ അപ്പന്റെ വലതു ഭാഗത്ത് നീ ഇരിക്കുക, ഞാനിരിക്കുക. പറ, ഞാനൊരു കഷ്ടത സഹിച്ച് ജയിച്ചത് കൊണ്ടാ യേശുവിന്റെ വലതു ഭാഗത്തിരിക്കുന്നത്. ആമേ, ഹല്ലേലൂയ. നിങ്ങൾക്ക് വരുന്ന കഷ്ടത നിങ്ങൾ സഹിക്കണം. അവിടെ നിങ്ങൾ വേറെ ഒരു ചിന്തയും ഇതോടെ ഇല്ല, മൊത്തത്തിൽ വെച്ച് കെട്ടി പോകുന്നല്ല. കുഞ്ഞെ, ചില കഷ്ടതകൾ നമ്മൾ സഹിച്ച് പ്രാർത്ഥനയിൽ ജയിച്ച് ക്രൂശിനെ നമ്മൾ എടുത്ത് ആ ക്രൂശെടുത്ത് സഹിച്ചാൽ മാത്രമേ അടുത്ത പദ്ധതിയിലേക്ക് കയറാൻ പറ്റത്തുള്ളൂ. ചില ചോദിക്കും, എനിക്ക് മാത്രം ഇതിന് കഷ്ടത എന്തിനാ? ചില ചോദിക്കും, എനിക്ക് മാത്രം എന്താ ഇത്രയും കഷ്ടത? ഞാൻ അവരോട് പറയാ, നിന്റെ കുടുംബത്തിനകത്ത് ആർക്കുമില്ലാത്തൊരു അനുഗ്രഹം നിനക്കുണ്ട്. നിന്റെ കുടുംബത്തിനകത്ത് ആർക്കുമില്ലാത്തൊരു ഉയർച്ച, ഒരു ഉയർച്ച 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 ഒരു ഉയർച്ച ഉണ്ട്. ആർക്കുമില്ലാത്ത കഷ്ടത നിനക്കാണോ? ഒരു ഉയർച്ച നിനക്കുണ്ട്, ഒരു ഉയർച്ച നിനക്കുണ്ട്, ഒരു ഉയർച്ച ഉണ്ട്. ആമേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വേദനയുടെ നടുവിലും പറ, ഞാൻ കഷ്ടത സഹിച്ചത് കൊണ്ടാ എനിക്ക് ഇത്രയും എത്താൻ പറ്റിയത്. ആമേ, ഹല്ലേലൂയ. ഇത് പറയുമ്പോ കരയാ, ചിലര് കരയാ, കടന്നിട്ട് കരയാ. ഞാനൊരു കഷ്ടത സഹിച്ചത് കൊണ്ടാ ഞാൻ യേശുവിനെ അറിയാനാണ് വന്നത്. അപ്പാ, നമുക്കിരിക്കുന്ന കഷ്ടത അവനവന്റെ ക്രൂശ് കൊണ്ടാ ചുമക്കാൻ പറയുന്നത്. യേശു എടുത്ത ക്രൂശ് ആർക്കും എടുക്കാൻ പറ്റത്തില്ല. പക്ഷെ അതിൻ്റെ അടുത്തൊക്കെ നമ്മൾ പോവേണ്ടി വരും. ചില കഷ്ടതകൾ നമ്മൾ സഹിക്കേണ്ടി വരും. എന്നാൽ സഹിക്കുമ്പോഴും അവിശ്വസിക്കാതെ അല്പം പോലെ സംശയിക്കരുത്. ഇതിനെക്കാട്ടി വലിയ ക്രൂശ യേശു ചുമന്നത്. ആ ക്രൂശ് ചുമന്ന യേശു ജയിച്ച് കയറി. എൻ്റെ യേശു വഴിയിലിട്ടിട്ട് ഓടിയില്ല, അല്ലേ? യേശു വഴിയിലിട്ടിട്ട് ഓടിയോ? ഓടിയില്ല. നമ്മൾ ജയിച്ചു. 11-ാം മാസം വരെ ജയിച്ചത് 12-ൽ വിടുതലെടുക്കുവാനാ. 11-ാം മാസം ചുവന്നത്, 11 മാസം വരെ ചുവന്നത് 12 ജയിക്കുവാനാ. നീ ജയിക്കും, നീ ജയിക്കും, 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 ജയിക്കും. ഓ ഹല്ലേലൂയ. വെറുതെ ജയിക്കും. നിങ്ങൾ ആത്മീയ ജയിക്കും, ഭൗതികത്തിൽ ജയിക്കും. നിങ്ങൾ പൂർണ്ണമായിട്ട് ജയിക്കുമെന്ന് എത്ര പേർക്ക് പൂർണ്ണമായിട്ട് വിശ്വാസമുണ്ട്? നിങ്ങൾ എല്ലാവരെയും കാണക്കെന്നും പറയരുത്, ഒരാൾ ഉയർത്തിയെന്നും പറയരുത്. ഞാൻ പൂർണ്ണമായിട്ട് വിജയിക്കുമെന്നുള്ളത് മനസ്സിനകത്തില്ലാത്തവർ തീരുമാനം എടുക്കണം. നിന്നെ സഹായിക്കുവാൻ യേശു നിന്റെ അടുക്കൽ വന്നിട്ടുണ്ട്. നിന്നെ ജീവിതം മാറ്റുവാൻ. ഞാൻ യേശുവിൻ്റെ അടുക്കൽ വന്നപ്പോഴാണ് എൻ്റെ ജീവിതം മാറിയത്. എൻ്റെ ജീവിത ചേഞ്ച് വന്നത് യേശുവിൻ്റെ അടുക്കൽ വന്നപ്പോഴാണ്. അല്ലാതെ എൻ്റെ ജീവിതം ഒന്നും മാറിയില്ല. ഞാനൊരു പാരമ്പര്യത്തിൻ്റെ വിശ്വാസിയോ അല്ല, എൻ്റെ അപ്പം പാസ്റ്ററൊന്നുമല്ല, എൻ്റെ അമ്മ സഭയിലെ വിശ്വാസിയോ അല്ല. ഞാൻ യേശുവിൻ്റെ അടുക്കൽ എല്ലാം എൻ്റെ അവിശ്വാസത്തെ കളഞ്ഞിട്ട് ഞാൻ എന്ന് യേശുവിനെ വിശ്വസിച്ചുകൊണ്ട് യേശുവിൻ്റെ അടുക്കലേക്ക് എന്ന് വന്നു കയറിയോ അന്ന് മുതൽ എൻ്റെ ജീവിതം മാറാൻ തുടങ്ങി. എൻ്റെ ജീവിതം മാറ്റിയ യേശുവിന് നിങ്ങളുടെ ജീവിതം മാറ്റുവാനും കഴിയും. മാറ്റങ്ങൾ വരുത്തുന്നതാണ് ദൈവം. എൻ്റെ കുഞ്ഞിങ്ങനെ ജീവിച്ചാൽ പോരാ. എന്നാലും ഞാൻ പറയുന്നു, നമുക്ക് കഷ്ടങ്ങളുണ്ട്,
ചില ബുദ്ധിമുട്ട്, പ്രയാസമുണ്ട്, വേദന ഉണ്ട്, പ്രയാസമുണ്ട്. പക്ഷെ ഓരോ ദിവസത്തെ വേദനകളെ ദൈവം തകർക്കുന്നതാണ് പ്രാർത്ഥന. വിശ്വാസത്തിൽ പറയണം, എന്റെ പ്രശ്നത്തെ ചാടിപ്പോക കൽപ്പിക്കണം. നമ്മൾ ഏത് അളവിലാണ് പറയുന്നത്? നിങ്ങൾ ഏത് അളവിലാണ്? ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് ഒരു ഗ്ലാസ് അരി, നിങ്ങൾ ഒരു കലം വെച്ച് വെള്ളം തിളപ്പിച്ചു, ഒരു ഗ്ലാസ് അരി അളന്നിടുകയാണ്. ഒരു ഗ്ലാസ്, ശ്രദ്ധിച്ച് കേൾക്ക്, ഒരു ഗ്ലാസ് അരി എടുത്ത് കൃത്യമായ അമ്മമാർ സഹോദരിമാർക്ക് അറിയാം, അരിയൊക്കെ കഞ്ഞിയൊക്കെ വയ്ക്കുന്ന സഹോദരിമാരാണല്ലോ കൂടുതൽ. സഹോദരന്മാർ വെക്കുന്നുണ്ട്, എന്നാലും സഹോദരിമാർ കൂടുതൽ. ഒരു ഗ്ലാസ് കൃത്യം മട്ടത്തിന് ഇന്ന് ചെന്നിട്ട് നിങ്ങൾ ഇന്ന് ചെയ്യണം. ഒരു ഗ്ലാസ് അരി എടുത്തിട്ട് കറക്റ്റ് അളന്ന് ഈ മട്ടം വെച്ചിട്ട് അളക്കണം. അളന്നിട്ട് വേവിക്കണം. വേവിച്ച് ചോറാക്കണം. വെള്ളം എല്ലാം വടിച്ച് കളയണം. അളവ് മറക്കരുത്. ഒരു ഗ്ലാസ് അരി എടുത്തത്, ഈ ഗ്ലാസ് കളയരുത്, വെക്കണം. ഇല്ല, ചോറെല്ലാം വടിച്ചെടുത്തിട്ട് ഈ ചോറിനെ നിങ്ങൾ അളക്കണം. നീ ഒരു ഗ്ലാസ് അല്ലേ അരി ഇട്ടത്, എത്ര ഗ്ലാസ് ആയിട്ട് അളക്കാൻ പോണത്? ഓ ഹല്ലേലൂയ. ആത്മാവിൽ പിടിച്ചോ. ഓ ആത്മാവിൽ കത്തുന്നതിന് പിടിച്ചോ. ആത്മാവിൽ കത്തുന്നതിന് പിടിച്ചോടുത്തോ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. മനസ്സിലായവർക്കായി സ്തോത്രം. നമ്മൾ ശ്രദ്ധിക്കുക അല്പസമയം കൂടെ. ഒരു ഗ്ലാസ് അരി മാത്രമേ അളന്നിട്ടുള്ളൂ. എത്ര ഗ്ലാസ് അരി നമ്മൾ ഇതിനകത്ത് നിറച്ചു? വീണ്ടും നിങ്ങൾ ഒരു ഗ്ലാസ് അരി ഇട്ടോളൂ, അല്ലെങ്കിൽ 10 ഗ്ലാസ് ഇത്തിരി ചോറായിട്ട് മാറി. എന്ത് 10 ഗ്ലാസ് അരി ഇട്ടിട്ടാണോ മാറിയത്? ഇവിടെ എന്താ സംഭവിച്ചത്? അരി പെരുവി. അരി എന്താ നിങ്ങൾ പെരുവാത്തത്? എന്തുകൊണ്ട് അത്ഭുതത്തിൽ പെരുവുന്നില്ല? എന്തുകൊണ്ട് അത്ഭുതത്തിൽ പെരുവുന്നില്ല? എടാ, അരി പെരുവുന്നുണ്ട്, നിങ്ങൾ പെരുകൂടെ? അരി പെരുവുന്നുണ്ട്, നിങ്ങൾ എന്ത് പെരുവുന്നില്ല? ഹല്ലേലൂയ. ഈ ഒരു ഗ്ലാസ് അരി ഇട്ടപ്പോ, ഇത് അരി ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റ് ഒരാളിന് മാത്രം 2 പേര് കഴിക്കാം. ഇപ്പൊ എത്ര പേര് കഴിക്കാൻ പറ്റും? ഒരു 5 പേർക്ക് കഴിക്കാം, അല്ലെങ്കിൽ ഒരു 3 പേർക്ക് കഴിക്കാം. പക്ഷെ ഇട്ടത് ഒരു ഗ്ലാസ്സാ. വർദ്ധിച്ചത് അപ്പുറമായിട്ടാ വർദ്ധിച്ചത്. അങ്ങനെയാണെങ്കിൽ നിന്റെ അത്ഭുതം സംഭവിക്കാൻ പോകുകയാണ്. നീ പ്രാർത്ഥിക്കുമ്പോൾ ഒരു വിടുതലില്ലാതെ അത്ഭുതം അരി പെരുകുന്നത് പോലെ അത്ഭുതത്തിന്റെ വിടുതലുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാ അത്ഭുതം സംഭവിക്കുന്നത്. അരി ഇടും പോലെയാണോ തരുന്നത്? ചോറ് വേറെ ടേസ്റ്റ് ആകുന്നുണ്ടല്ലേ? അരി പച്ചയ്ക്ക് കഴിച്ചാൽ ഭയങ്കര ടേസ്റ്റാണ്. അരി കഴിച്ച പച്ചയ്ക്ക് ഭയങ്കര ടേസ്റ്റാണ് എന്നും പറഞ്ഞ് പച്ചയ്ക്ക് കഴിക്കരുത്. കഴിച്ച എന്ത് പറയും? ചിലർ പറയും, എന്ത് പിടിക്കും? പുത്തൻ വരും, പുത്തൻ വീട്ടിൽ നിന്ന് വരും, പുത്തൻ വീട് വരും. പുത്തൻ പിടിച്ചെങ്കിലും കവളൊക്കെ കയറി പെരുവി ഇങ്ങനെ മത്ത് പിടിച്ച പോലെ നടക്കും. ചില നടക്കുമ്പോൾ കാണുമ്പോൾ വിചാരിക്കും പുത്തൻ പിടിച്ചതുപോലെയാണെന്ന്. ഇല്ല, രോഗം പിടിച്ചിട്ടാ. ഹല്ലേലൂയ. അരി നിന്ന് പുത്തൻ പിടിച്ചതല്ല ഇത്. ഇത് പിശാച് പിടിച്ചു വെച്ചേക്കുന്നതാ. ഹല്ലേലൂയ. അരി നിന്ന് പുത്തൻ പിടിച്ചതല്ല, ഇത് പിശാച് പിടിച്ചു വെച്ചതാ ചെറുതിലേക്ക്. ആമേൻ, ഹല്ലേലൂയ. ഇന്ന് അതിന്റെ മേലൊരു വിടുതല സംഭവിക്കാൻ പോകുന്നത്. നിങ്ങളെ തകർക്കുന്ന അതിന്റെ മേൽ, രോഗത്തിന്റെ മേൽ ഒരു വലിയൊരു സൗഖ്യം നടക്കാൻ പോവുകയാണ്. ഒരു അത്ഭുതം നടക്കാൻ പോവുകയാണ്. നിങ്ങളുടെ സന്തോഷം ഓർത്ത്, അതാ പറയുന്നത്, സന്തോഷം ഓർത്ത് അത് അപമാനം അലസ്യമാക്കാതെ ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലതു ഭാഗത്തിരിക്കുന്ന യേശുവിനെ നോക്കുക. ഇപ്പോൾ സഹിക്കുന്ന കഷ്ടതയെ, വേദനയെ നിങ്ങൾ പറയണം, ഞാൻ ജയിക്കുവാനാ. ഒരു പ്രയാസം അത് ജയിക്കുവാനാ, ഒരു ബുദ്ധിമുട്ട് ജയിക്കുവാനാ. ഞാൻ എൻ്റെ വണ്ടി
എൻ്റെ 2 വീലർ ഇടിച്ചു. ഇപ്പോൾ 2010 ഇടിച്ചപ്പോഴാ എനിക്ക് പുതിയ വണ്ടി കിട്ടിയത്. ഇടിച്ച് തെറിച്ചപ്പോൾ പറഞ്ഞു, ഇനി ഈ വണ്ടി ചിലത് വീഴുമ്പോൾ എന്താ പറയുന്നത്? ചിലത് ഇടിക്കുന്നത് എന്തിനാ? പുതിയത് വരാനാ. ചിലത് പഞ്ചറാണ് എന്തിനാ? ചില അനുഗ്രഹങ്ങൾ വരാനാണ്. ഹല്ലേലൂയ. ചിലത് മാറുന്നത് വലിയ വിടുതലിന് കാരണമാകുന്നുണ്ട്. നിന്നെ തകർക്കുന്ന രോഗശക്തിയോട് പറ, നിന്നെ അലട്ടുന്ന പൈസ നീ കൽപ്പിക്കുന്നത് സംഭവിക്കും. അത് അല്പം പോലും സംശയിക്കാതെ ആമേ ഇന്ന് വിളിച്ചു പറ തിരുവചനം സംശയം കൂടാതെ പറയുന്ന കാര്യം സംഭവിക്കുന്നുണ്ട്. ഈ 12-ാം മാസത്തിൽ അത്ഭുതത്തിന്റെ മാസമാണെന്ന് ഞാൻ വിളിച്ചു പറയും. ഇന്ന് മുതൽ 31 വരെ ഇത് അത്ഭുതത്തിന്റെ ദിവസമായിരിക്കും. ചില അത്ഭുതങ്ങൾ നിങ്ങളുടെ ശരീരത്തിന്റെ മേല്, കുടുംബത്തിന്റെ മേല്, നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ, തൊഴിൽ മേഖല സംഭവിക്കുന്നുണ്ട്. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ബിസിനസ് മേഖലകളിൽ, നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നുണ്ട് കേട്ടോ. പിടിച്ചോ 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 ബിസിനസ് ഉള്ളവർ. ഓ ഹല്ലേലൂയ. ഉപജീവന മേഖലകളിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നുണ്ട്. ചില സാമ്പത്തിക ബാധ്യതകൾ ദൈവം പൂർണ്ണമായി മാറ്റുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. നിങ്ങളെ തകർക്കുന്ന പൈശാചിക രോഗബന്ധനങ്ങൾ ദൈവം എടുത്ത് മാറ്റുന്നുണ്ട്. ആമേൻ. ഹല്ലേലൂയ. 12-ാം മാസം ഞാൻ ദൈവസഭയോട് നോക്കി പ്രവചിക്കുന്നുണ്ട്. ഇതൊരു അത്ഭുതത്തിന്റെ മാസമായിരിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ഈ കേൾക്കുന്നത് പറയുന്നത് അത്ഭുതത്തിന്റെ മാസമായിരിക്കും. നിങ്ങളൊരു അത്ഭുതമായിരിക്കും. നിങ്ങളുടെ ദേശത്തിന് അത്ഭുതമായിരിക്കും. നിങ്ങളുടെ സഭയിലെ അത്ഭുതമായിരിക്കും. ഹല്ലേലൂയ. കരമടിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. നിത്യപരിശുദ്ധനായ പിതാവേ, യേശുവിനെ അനുഗ്രഹിച്ചതിനായ സ്തോത്രം. ദൈവം ശക്തമായി ഇടപെട്ടു. അപ്പന്റെ കരുണ പ്രവർത്തിച്ചതിനായ സ്തോത്രം. കർത്താവേ, അല്പം പോലെ സംശയിക്കാതെ വിശ്വാസത്തോടെ പറയുമ്പോ ഇത് മാറിപ്പോകും. ഈ കുന്ന് മാറിപ്പോയതുപോലെ, ഇത് ചാടി കടലിലോട് പോയതുപോലെ നിന്റെ പ്രശ്നങ്ങൾ കടലിൽ ചെന്ന് വിടുന്നുണ്ട്. നിന്റെ പ്രശ്നങ്ങൾ കടലിൽ ചെന്ന് വിടുന്നുണ്ട്. പന്നി കൊടും പന്നി തൂക്കിൽ വീഴുന്നത് പോലെ, 2000 പന്നികൾ വീഴുന്നത് പോലെ, പന്നിക്കൂട്ടം വീഴുന്നത് പോലെ പിശാച് പന്നിക്കൂട്ടത്തിൽ മേൽ കയറി ഓ കടൽ തൂക്കായി കടലിന്മേൽ ചാടുന്നുണ്ട്. അതിന്റെ മേൽ വിടുതൽ സംഭവിക്കുന്നതിനായ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നു. യേശു അനുഗ്രഹിച്ചതിനായ സ്തോത്രം. ദൈവവേച്ചനായ സ്തോത്രം. ഇത് വലിയൊരു ബ്ലെസ്സിംഗ് ആയി മാറട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ. God bless you.